നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, നമ്മൾ ഏറ്റവും കൂടുതൽ ദിനേന എന്നോണം ജീവിതത്തിൻ്റെ ചിന്തകളാണ്. ഇമാം ബുഖാരിയും മുസ്ലിം തങ്ങളും സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അതിഥി വരുന്നു തങ്ങളുടെ വീട്ടിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ വീട് നമ്മളൊന്ന് മനസ്സുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. അതൊരു വളരെ കൊച്ചു വീടാണ്. സൗകര്യങ്ങളെ അവിടെയുള്ളൂ. അതിഥികൾ പലപ്പോഴും ആതിഥ്യ മര്യാദ എന്ന് മനസ്സിലാക്കിയിട്ട് പോലുമില്ലാത്ത ഒരാതിഥേയന്റെ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത അതിഥികൾ ചിലപ്പോൾ കയറി വരും. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇന്ന് ആരാ അതിഥി? അപ്പോ ആ നാട്ടുകാരല്ലാത്ത പലരും കൈപൊക്കും. സ്വഹാബികൾ ചിലരെ കൊണ്ടുപോകും, തങ്ങൾ പറ്റിയവരൊക്കെ കൊണ്ടുപോകും വീട്ടിലേക്ക് ഭക്ഷണം കൊടുക്കാൻ. കാരണം നാമും മറ്റു വിശ്വാസികളും തമ്മിൽ ഈമാനിന്റെ ബന്ധം അത് വലിയൊരു ബന്ധമാണ്. നാട്ടുകാരോ ജില്ലക്കാരോ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഈമാനിന്റെ ബന്ധം. നബി തങ്ങൾ ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുപോയ അനുഭവം ഇമാം മുസ്ലിം തങ്ങളും മഹാന്മാർ രണ്ടുപേരും അവിടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ആ അതിഥിക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് ആടിന്റെ പാലാണ്. ആ പാല് കറക്കുന്നതാരാ? നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യഹ്ലിബു ഷാത. ആയിഷ ബീവിയോടൊക്കെ ചോദിക്കാറുണ്ട് ആളുകൾ, ബീവി മുത്തനബി തങ്ങളുടെ വീട്ടിലെ ജീവിതം എങ്ങനെയാണ്? കാന ഫീ ഖിദ്മത്തി അഹ്ലി. തങ്ങൾ വീട്ടുകാർക്ക് സേവനം ചെയ്തു കൊടുക്കുന്നു. നമ്മളൊക്കെ വീട്ടുകാരെ നമുക്ക് സേവനം ചെയ്യണം എന്നല്ലേ വിചാരിക്കല്? തങ്ങൾ അങ്ങോട്ട് സേവനം ചെയ്തിരുന്ന ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളെപ്പോലെ ആവണമെങ്കിൽ നമ്മൾ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ, അവിടുത്തെ കൊച്ചും കഴിയാതെ കൊച്ചു കൊച്ചു മക്കള്, വലിയ പ്രായവ്യത്യാസമില്ലാത്ത കുട്ടികളെയൊക്കെ വളർത്തുന്ന ഉമ്മമാർ, നമുക്ക് ഒരു ദിവസം ഒരു കുട്ടിയെ ഒരു ദിവസം മുഴുവൻ കൊണ്ടുനടക്കാൻ കഴിയില്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. ഈ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കണം, മദ്രസ പറഞ്ഞേക്കണം, അവരുടെ വസ്ത്രങ്ങൾ വേറെ വേറെ മാറ്റി കാണിച്ചു കൊടുക്കണം, ഉടുപ്പിച്ചു കൊടുക്കണം, ആക്കി കൊടുക്കണം, വാഷ് ചെയ്യണം, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കണം, ഉണ്ടാക്കണം, അതിഥികൾ വരുന്നുണ്ട്, അവരെ ട്രീറ്റ് ചെയ്യണം, അതിനിടയ്ക്ക് ഫോൺ കോൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വല്ലാത്തൊരു തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് നമ്മുടെ സഹോദരിമാർ. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാന ഫീ ഖിദ്മത്തി അഹ്ലി യഹ്ലിബു ഷാതഹു വയഖ്സിഫു നഅലഹു വയക്നിസു ബൈതഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖീതു തൗബ. തങ്ങൾ തന്നെ വസ്ത്രം തുന്നും, തങ്ങൾ തന്നെ ചെരുപ്പ് നന്നാക്കും, തങ്ങൾ തന്നെ ആടിനെ പാല് കറക്കും, തങ്ങൾ അടിച്ചുമാരുമായിരുന്നു വീട്ടിൽ. അപ്പൊ തങ്ങള് ആടിന്റെ പാല് കറന്ന് ആ അതിഥിക്ക് കൊടുക്കുകയാണ്. ഈ അതിഥിയുടെ അത്ഭുതം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളല്ല. പക്ഷെ നബി തങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. തങ്ങൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തു അദ്ദേഹത്തിന് കുടിക്കാൻ. അന്ന് അവിടെ താമസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരവിശ്വാസിയായ ഒരാൾ നമ്മുടെ വീട്ടിൽ, അതും ഏതോ നാട്ടുകാരൻ എവിടെന്നോ വരുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുമോ? മിനിമം ഗസ്റ്റ് റൂമെങ്കിലും കൊടുക്കുമോ? കൊടുക്കണം എന്ന് പഠിപ്പിക്കാൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മളും നബി തങ്ങളിലുള്ള വ്യത്യാസം. തങ്ങൾ ഒരു മനുഷ്യനിലെ മനുഷ്യത്വം നോക്കിക്കാണുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗ്ലാസ് പാല് കൊടുത്തു. തങ്ങളെ ചോദിച്ചു, ഇനി വേണോ? ഞാൻ പറഞ്ഞു വേണം. 2 ഗ്ലാസ് പാല് കൊടുത്തു. അയാളത് കുടിച്ചു. ഇനി വേണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. 3 ഗ്ലാസ് കുടിച്ചു. ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഉദ്ധരിച്ചു. 4 ഗ്ലാസ് കൊടുത്തു, അതും കുടിച്ചു. ഇനി വേണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. 5 ഗ്ലാസ് കൊടുത്തു, അതും കുടിച്ചു. 7 ഗ്ലാസ് പാല് കൊടുത്തു. ഇനി വേണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു മതി. ഏകദേശമൊക്കെ വയറ് ഫുള്ളായിരുന്നു. അങ്ങനെ അദ്ദേഹം പോയി കിടന്നുറങ്ങാൻ. നേരം വെളുത്തപ്പോ ഹബീബായ നബി തങ്ങളുടെ വീട്ടിലെ മനോഹരമായ ജീവിതം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായവൻ സർവേശ്വരനായ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകരെ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചു. ഒരൊറ്റ രാത്രി ഹബീബിന്റെ കൂടെ നിന്നു. ആ വീട്ടിലെ പരിചരണവും ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങളും കണ്ടപ്പോ ഇത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ പ്രവാചകരുടെ ജീവിതമെങ്കിൽ ഈ വിശ്വാസം എത്ര മനോഹരമായിരിക്കും. വരുമ്പോ മുസ്ലിമല്ല, മുസ്ലിമാവാൻ വരികയാണെന്ന് പറഞ്ഞു വന്നതുമല്ല. ഉച്ചനേരമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഭക്ഷണം വേണമല്ലേ? ഭക്ഷണമുണ്ട്, പാലേ ഉള്ളൂ ഇവിടെ. ആടിന്റെ പാല് ഒരു ഗ്ലാസ് ഹബീബായ നബി തങ്ങൾ കറന്നെടുത്ത് ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുന്നു. മുസ്ലിമായ സ്വഹാബിയായി മാറിയ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ കൈകൊണ്ട് ആ ഒരു ഗ്ലാസ് പാല് കുടിച്ചു കഴിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, ഇനി വേണോ? അദ്ദേഹം പറഞ്ഞു, വേണ്ട നബിയേ, ശബിഅ്തു, വയറ് നിറഞ്ഞു പോയി നബിയേ, വയറ് നിറഞ്ഞു. ഇന്നലെ 7 ഗ്ലാസ് കുടിച്ച ഒരാൾ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ ഒരു ഗ്ലാസ്. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദ് വൽ ഫാജിറു യഅകുലു ഫീ സബ്അതി അംആ. മുഅ്മിനായ മനുഷ്യൻ ഒരാമാശയത്തിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വൽ ഫാജിറു, തമ്മാടിയായ ആളുകൾ യഅകുലു ഫീ സബ്അതി അംആ വൽ കാഫിറു യഅകുലു ഫീ സബ്അതി അംആ. നിരീശ്വരവാദിയായ മനുഷ്യൻ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ സർവേശ്വരനായ അള്ളാഹുവിന്റെ സ്രഷ്ടാവിന്റെ ഏകത്വം അംഗീകരിക്കാത്ത ആളുകൾ 7 വയറുകളിലാണ് കഴിക്കുന്നത്. ഇന്നലെ വരെ ഇസ്ലാം സ്വീകരിക്കാതിരുന്ന മനുഷ്യൻ 7 കപ്പ് പാല് കുടിച്ച് കിടന്നുറങ്ങിയ ആൾക്ക് ഇന്ന് 1 കപ്പ് കൊണ്ട് മതിയായി. അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, സത്യവിശ്വാസി കഴിക്കുന്നതും കുടിക്കുന്നതും ഒരാമാശയത്തിലാണെങ്കിൽ വൽ മുനാഫിഖു യഅകുലു ഫീ സബ്അതി അംആ. വേറെ റിവായത്തിൽ വന്നത് അങ്ങനെയാണ്. കപടവിശ്വാസികളായ ആളുകള്, അല്ലെങ്കിൽ പാപങ്ങൾ മാത്രം ചെയ്തു നടക്കുന്ന ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ കഴിക്കുന്നത് 7 ആമാശയങ്ങളിലാണ്. ഇത് വളരെ ഗൗരവത്തോടെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. ഇന്നലെ വരെ വിശ്വാസം കൈകളിൽ വരാതിരുന്ന ഒരാൾ, ആ മനുഷ്യന്റെ ഭക്ഷണ രീതിയിൽ മാറ്റം വന്നിരിക്കുകയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തുനബി തങ്ങൾ ആ നേരത്താണ് പറയുന്നത്, അൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദ് വൽ കാഫിറു യഅകുലു ഫീ സബ്അതി അംആ. മുഅ്മിനായ മനുഷ്യന്റെ ചിന്തകൾ വയറ് മാത്രമല്ല. മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത അവന്റെ ഈ ലോകത്തെ സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മങ്ങൾക്ക് അവനെ സഹായിക്കുന്ന ഭക്ഷണമേ അവൻ ആവശ്യമുള്ളൂ. എന്നാൽ പാപങ്ങളിൽ ജീവിക്കുന്ന ആളുകള്, ജീവിത ലക്ഷ്യമില്ലാത്ത ആളുകള്, എന്തിനാണ് ജീവിക്കുന്നതെന്നറിയാത്ത ആളുകൾ, അവര് ഭക്ഷിക്കാനും ഭുജിക്കാനും ഭോഗിക്കാനും വേണ്ടി നടക്കുന്നവരാണ്. 7 ആമാശയങ്ങൾക്ക് വേണ്ട ആഗ്രഹം അവർ കൊണ്ടു നടക്കുന്നുണ്ട്. സത്യവിശ്വാസിക്ക് ഭൗതിക ആഗ്രഹങ്ങൾ കുറവാണ് എന്ന വിശാലമായ ഒരു അർത്ഥതലം ഉളവാക്കുന്ന വചനമാണ് അൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദ് വൽ മുനാഫിഖു യഅകുലു ഫീ സബ്അതി അംആ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ വിഷയം അനാരോഗ്യം വിളിച്ചു വരുത്തുന്ന ദുശ്ശീലങ്ങൾ എന്നതാണ്. ഭക്ഷണം അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. എത്ര വലിയ നിഅമത്ത്! പക്ഷേ വയറ് നിറച്ചു തിന്നുന്നത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ ഇല്ലാത്തതാണ്, പാടില്ലാത്തതാണ് അത്രേ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ മക്കളെ കുറിച്ച് പറയുന്ന പരാതി എന്താ? ഡോക്ടറെ, എന്റെ കുട്ടി തിന്നൂല, എന്റെ കുട്ടി കഴിക്കണില്ല, എന്റെ കുട്ടിക്ക് വേണ്ട. കഴിക്കുന്ന കുട്ടികൾക്ക് ഉമ്മമാര് കൊടുക്കണതോ വലിയൊരു മനുഷ്യൻ കഴിക്കുന്ന 2 പാത്രം ചോറൊക്കെ ഒരു കുട്ടിക്ക്. എന്നിട്ട് പറയും, എന്റെ കുട്ടി ആകെ എത്ര തിന്നിട്ടുള്ളൂ ഉള്ള പോലെ. സുബ്ഹാനല്ലാഹ്. ഗസാലി ഇമാം പറയാറുണ്ട്, നന്നായി ഭക്ഷണം കഴിക്കുന്ന കുട്ടികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട്, മോനെ ഇവനെ പോലെ ആവണമെന്ന് ഒരിക്കലും ഒരു കുട്ടിയോട് പറയാൻ പാടില്ല.
ഭക്ഷണം മിതമായി കഴിക്കുന്ന കുട്ടികളെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാ തിന്നേണ്ടത് നാം മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ പറയല്. നമ്മൾ തിന്നാത്തതൊക്കെ ഒരു പോരായ്മയിട്ടേ വിചാരിക്കാൻ. ഭക്ഷണം ആവശ്യമുള്ളവർ വിശന്ന ചോദിച്ചു വന്ന് കഴിക്കും. കൊച്ചുമക്കള് പിന്നാലടക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് വിശക്കുന്നില്ല, അവരെന്തെങ്കിലും കഴിച്ചു കാണും. ഇപ്പം നമ്മൾ ഒരു ഐസ്ക്രീമിന്റെ ചെറിയൊരു കപ്പ് ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4 പ്ലേറ്റ് ചോറ് കഴിച്ചാൽ കിട്ടുന്ന ഗ്ലൂക്കോസ്, ഷുഗർ ആ സാധനത്തിലുണ്ട്. ഒരു കപ്പ് ഐസ്ക്രീം അല്ലേ തിന്നിട്ടുള്ളൂ എന്ന് പറയാം. അത് മതി 4 പ്ലേറ്റ് ചോറ് തിന്ന ഫലാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ചേ ഭക്ഷണം കഴിക്കാവൂ. മുഅ്മിനിന്റെ സ്വഭാവം അങ്ങനെയാണ്. മുഅ്മിനായ മനുഷ്യൻ ഒരാമാശയത്തിലാ തിന്നുന്നത്. അവിശ്വാസിയും കപടവിശ്വാസിയും പാപപങ്കിലമായി ജീവിക്കുന്നവരും 7 ആമാശയങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് എന്ന വിശുദ്ധ വചനത്തിന്റെ ആശയം വളരെ ഗംഭീരമാണ്. എന്താണെന്നറിയോ? മുഅ്മിനായ മനുഷ്യൻ ഭുജിക്കാനും ഭോഗിക്കാനും ചിന്തല്ല. ومن البلاء وللبلاء علامة ومن البلاء وللبلاء علامة ألا يرى لك عن هواك نزوع العبد عبد النفس في شهواتها والحر يشبع تارة ويجوع. അടിമയും സ്വതന്ത്രനും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. അടിമയായവൻ ശരീരത്തിന്റെ അടിമയായി നടക്കുന്നവനാണ്. സ്വതന്ത്രനായവൻ ഒരിക്കൽ ഭക്ഷണം കഴിച്ചാൽ മറ്റൊരു ദിവസം വിശപ്പനുഭവിക്കുന്നവനാണ്. അതാണ് സ്വാതന്ത്ര്യം. ومن البلاء وللبلاء علامة ألا يرى لك عن هواك نزوع. മനുഷ്യന് വരുന്ന അപകടങ്ങൾക്ക് അടയാളങ്ങളുണ്ട്. മനുഷ്യന് വരുന്ന ദുരന്തങ്ങൾക്ക് അടയാളങ്ങളുണ്ട്. ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം മനുഷ്യൻ അവന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തിന് പിന്നാലെ ഓടുന്ന ഓട്ടമാണത്രേ. എന്തിനാ ജീവിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ. എന്തിനാ ജോലിക്ക് പോണത്? തിന്നണ്ടേ? നമ്മളങ്ങനെയല്ലേ പറയല്. ആകെ ഭക്ഷണം കഴിക്കാൻ. ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ അപകടം. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളായ ആളുകള് തിങ്ങിപ്പാർക്കുകയോ ഇടപെടുകയോ ചെയ്യാത്തിടങ്ങളിൽ ഒരു റെസ്റ്റോറന്റ് വിജയിക്കൂല. നമ്മുടെ നാട്ടിലെങ്കിലും മിനിമം, നമ്മളെ കൗമല്ലാത്തവരൊക്കെ മിനിമം വീട്ടിൽ നിന്ന് വല്ല മുരിങ്ങക്കറിയും സാദാ ചോറും വെച്ചിട്ട് പോവുക. നമ്മൾ നാട് മന്തി, കോഴി അല്ലാത്തതും നിർത്തി പൊരിച്ചതും ഇറക്കി വെച്ചതും എന്തൊക്കെയാണ്. റഹ്മാനായ റബ്ബേ, കാശും വിഷയമല്ല, നമ്മൾ എറിഞ്ഞു കൊടുത്തിട്ട് കഴിക്കുകയാണ്. മറ്റവരങ്ങനെയല്ല, ചോദിക്കും ഒരു മീൻ കഷ്ണത്തിന് എത്രയാ വില. അയ്യോ വേണ്ട, 50 രൂപ. നമ്മൾ പറയാം വരട്ടെ, ആയിക്കോറുണ്ടോ, വേറെ എന്താ ഉള്ളത്, അതും വരട്ടെ. സുബ്ഹാനല്ലാഹ്. കഴിക്കന്നെ. സമയമില്ല. പാതിരാത്രിയിൽ പൊറാട്ടയ്ക്ക് അടിക്കാം. 2 മണി 3 മണിക്ക് ബൈക്ക് ചെറുക്കന്മാർ വന്നിട്ട്. സുബ്ഹാനല്ലാഹ്. ഒന്നും തിന്നാതെ പച്ചവെള്ളം കുടിച്ച് കിടക്കേണ്ട സമയമാണത്. കാരണം രാത്രിയായാൽ നമ്മുടെ ആമാശയം തണുക്കും, മാംസത്തും ദഹിപ്പിക്കാൻ കഴിയില്ല. മഗ്രിബായി കഴിഞ്ഞാൽ ഇശാഇന്റെ മുമ്പ് അശാ കഴിക്കണമെന്ന നമ്മുടെ ഇസ്ലാമിന്റെ പോളിസി. അശാ എന്ന് പറഞ്ഞ രാത്രി ഭക്ഷണം, അത് ഇശാ ബാങ്ക് കൊടുക്കുന്ന മുമ്പ് കഴിക്കണം. ഇശാ കഴിഞ്ഞ് നമ്മുടെ ഇബാദത്തും നമ്മുടെ എല്ലാ വിർദുകളൊക്കെ കഴിഞ്ഞ് ഒരു നടത്തൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കുന്നു. എന്ത് റാഹത്തായിരിക്കും. രാവിലെ എന്നിട്ട് എഴുന്നേറ്റിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ നോമ്പ് മുറിക്കുക എന്ന ആ വാക്കിന്റെ അർത്ഥം. ഫാസ്റ്റ് എന്ന അറബിയിൽ ഇംഗ്ലീഷിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് നടത്തണ്ട്. പക്ഷെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കുക അല്ലേ. ഫാസ്റ്റിംഗിൽ പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്യുക എന്ന് പറയില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോമ്പിനെ നമ്മൾ മുറിക്കുക രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട്. അതാണ് ഈ പ്രാതൽ. എന്താ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ? വൈകിട്ട് 7 മണിക്ക് കഴിച്ചതാ, നേരം വെളുത്ത് 6-7 മണി, 12 മണിക്കൂറായില്ലേ വിശക്കുന്നത്. അതുകൊണ്ട് അത് ആ ഒരു നോമ്പിനെ മുറിക്കുക. ഇത് 2 മണിക്ക് 5 പൊറോട്ട എടുത്ത് കഴിച്ച ആളാ, ഓനെന്ത് ബ്രേക്ക്ഫാസ്റ്റ്? നേരം വെളുത്ത അവന് ഫാസ്റ്റിംഗ് ആയില്ലല്ലോ.
അപ്പോഴും ഭക്ഷണം, ഉച്ചക്ക് ഭക്ഷണം, 4 മണിക്കൊന്ന്, മഗ്‌രിബിനൊന്ന്, പിന്നെ പാതിരാക്ക് വേറൊന്ന്. സുബ്ഹാനല്ലാഹ്. സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ പ്രഗൽഭരായ സ്വഹാബിമാരെ കണ്ട മഹാൻ. ഹിജ്റ 132 ലോകത്തോട് വിട പറഞ്ഞ 2-ാം നൂറ്റാണ്ടുകാരനായ സഫ്വാൻ ഇബ്നു സുലൈം മഹാനവറുകൾ സ്വഹാബിമാരിൽ ഇബ്നു ഉമർ എന്നവരെ കണ്ടിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. വേറെയും സ്വഹാബിമാരെ കണ്ട താബിഇയാണ് സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു. മഹാന്മാരുടെ നേതാവ് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറയുമായിരുന്നു, وبحديث يستشفى بحديث صفوان بن سليم وينزل قطر السماء عند ذكره. ഈ മഹാനെ പറഞ്ഞാൽ, ആ മഹാനെ ഇടതേടി ദുആ ചെയ്താൽ രോഗത്തിന് ശിഫയുണ്ടാകുമെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ എന്ന മദ്ഹബിന്റെ ഇമാമ് പറഞ്ഞിട്ടുണ്ട്. യുസ്തശ്ഫാ ബിദിക്രി സഫ്വാൻ ഇബ്നു സുലൈം വയൻസിലു ഖത്റു സ്സമാഇ ഇൻദ ദിക്രിഹി. ആ മഹാന്റെ പോരിശയും മഹത്വവും പറയുമ്പോ ആകാശ ലോകത്തുനിന്ന് മഴ പെയ്യാൻ തുടങ്ങും. അത്രയും വലിയ മഹാനാണെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞ സഫ്വാൻ ഇബ്നു സുലൈം എന്നവര് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങളുടെ ഭക്ഷണങ്ങളുടെ ദുശ്ശീലങ്ങളെ കുറിച്ച് മഹാൻ പറഞ്ഞ ഒരു വചനമുണ്ട്. പ്രഗൽഭനാണ്. ആ മഹാനെ ഓർക്കുകയോ പറയുകയോ ചെയ്യുമ്പോ ആകാശ ലോകത്തും മഴ പെയ്യുന്നു. ഇത് ആരെങ്കിലും ഖുറാഫികൾ പറഞ്ഞെന്ന് പറയരുത്. 4 മദ്ഹബുകളിൽ ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വചനമാണിത്. ഇമാം സഖാവി തങ്ങൾ മഖാസിദുൽ ഹസനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇബ്നുൽ ജൗസി സഫ്വത്ത് കൊണ്ടുവന്നു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഈ ഖൗല്. മസായിലുൽ ഇമാം അഹ്മദ്, മഹാനായ അബൂ ദാവൂദ് തങ്ങളുടെ കിതാബുണ്ട്, അതിലുണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മൾ മഹാന്മാരുടെ റാത്തീബ് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള സ്മരണകൾ, അവരെ സംബന്ധിച്ചുള്ള മാലപാട് എന്ന് പറയില്ലേ, അവരുടെ പുകഴ്ത്തി പറയാനാ. സാന്ദർഭികമായിട്ട് പറയാം, നമ്മുടെ വിഷയം അതല്ല. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ സജ്ജനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ അവിടെ റഹ്മത്തിന്റെ വർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങളെ കുറിച്ച് ഇത് റബീഉൽ ആഖിറാണ്. മഹാനായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മഹാനായിരുന്ന ഖുതുബുൽ അഖ്താബായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തുമ്മൽ കൈലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഫാത്ത് നടന്ന മാസമാണിത്. മഹാനായ ശംസുൽ ഉലമയും മഹാനായ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദും ലോകത്തോട് വിട പറഞ്ഞ മാസം കൂടിയാണിത്, അല്ലേ? ദീനിന് സമസ്തക്ക് അള്ളാഹുവിന്റെ അഹ്ലുസുന്നക്ക് ഒരുപാട് സേവനം ചെയ്ത് മഹത്വം. ഇവരൊക്കെ നമ്മൾ ഓർക്കും, അനുസ്മരണ സദസ്സുകൾ ഉണ്ടാക്കും. അപ്പോഴേക്കും ഷിർക്കാവും കുഫറാവും ബിദ്അത്താവും എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടർ. മഹാന്മാരായ ആളുകളെ ഓർക്കണം. അവരെ ഓർക്കുന്ന സജ്ജനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവിടെ റഹ്മത്ത് ഇറങ്ങി വരും. മഹാനായ ഇമാമുൽ ഖാരി കിതാബുൽ മസ്മൂഇൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സംഭവം. കിതാബുൽ അസ്റാരിൽ മർഫൂഅ ഇവിടൊക്കെ കാണാൻ കഴിയും. സജ്ജനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് ഇറക്കി തരട്ടെ. മഹാന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. അതിൽ പ്രഗൽഭനാണ് സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു. മഹാൻ പറയുമായിരുന്നു, ലയതിയന്ന അലന്നാസി സമാനുൻ ഹിമ്മതു അഹദിഹിം ബത്നുഹു വദീനുഹു ഹവാ. ലയതിയന്ന അലന്നാസി സമാൻ ലയതിയന്ന അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരുന്നുണ്ട്. ഹിമ്മതു അഹദിഹിം ബത്നുഹു, ഓരോ മനുഷ്യന്റെയും ആണിന്റെയും പെണ്ണിന്റെയും ചിന്ത വയറാണ്, ഭക്ഷണമാണ്. വീട്ടിൽ നിന്ന് എത്ര ഭക്ഷണം കഴിച്ചിറങ്ങിയാലും നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ കാണും, നിങ്ങളെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, വണ്ടി കയറിയ വിശക്കുന്നേ അടുത്ത റെസ്റ്റോറൻറ്റിൽ നിർത്തിയേ പറ്റൂ. എവിടെ ഭക്ഷണം കഴിച്ചിട്ട് കയറിയിട്ടേ ഉണ്ടാവുള്ളൂ. ടൗണിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ, വീട്ടിലെത്തി കഴിക്കാവുന്നതേ ഉള്ളൂ. ചെറുപ്പക്കാര് മൊത്തം എന്തെങ്കിലും ഒരു വിശേഷമാവുന്നുണ്ടോ, ഭക്ഷണം കഴിച്ചിട്ട് അടിച്ചു പൊളിക്കുക. അതല്ല ഹലാലും ഹറാമും. ഹലാല് കൊണ്ട് തന്നെ ഭക്ഷണം വയറ് നിറക്കാൻ പാടില്ല എന്നാണ്.
ഹബീബിന്റെ സുന്നത്താണ് നമ്മൾ ആലോചിക്കുന്നത്. മുത്തുനബി തങ്ങൾ എങ്ങനെ ജീവിച്ചുവെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാനുണ്ട്. മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം തങ്ങൾ ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഹിജ്റ 132-ൽ 132 2-ാം നൂറ്റാണ്ട് എന്ന് കണക്കാക്കുക. 0 മുതൽ 100 വരെ 1-ാം നൂറ്റാണ്ടാണ്, 1 മുതൽ 2 വരെ 2-ാം നൂറ്റാണ്ടാണ്. ഹിജ്റ 132. പ്രഗലിതനും താബിഈങ്ങളിൽ മഹാനുമായ ഒരുപാട് സ്വഹാബിമാരെ കണ്ട് പരിചയമുള്ള ഇബ്നു ഉമർ എന്നവരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാരെ കണ്ട് പരിചയമുള്ള മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു. ലയഅതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ഹിമ്മതു അഹദിഹിം ബതുനുഹു, അവരോരോരുത്തരുടെയും പ്രമുഖമായ ചിന്ത അവനവന്റെ വയറിനെ കുറിച്ചാണ്, ഭക്ഷണത്തെ കുറിച്ച്. വദീനുഹു ഹവാ, അവന്റെ മതമെന്ന് പറയുന്നത് അവന്റെ സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളാണ്. സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹം, ശരീരം എന്താ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക. അവന്റെ ദീനത. ആരെന്ത് തെളിവുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങ് ചെയ്യന്നെ, എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അവനവന്റെ ഇഷ്ടം ചെയ്യാൻ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനങ്ങ് ചെയ്യും, അതിനാരാ എന്നെ തടുക്കാൻ? ഇതൊക്കെ നമ്മുടെ ന്യൂ ജനറേഷൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നെ പ്രേമിക്കുന്നവനൊപ്പം ഞാനങ്ങ് പോകും, അതിവിടെ ആർക്കാ തടുക്കാൻ പറ്റുക പറയാ. ശരിയാണ്, മനുഷ്യന്മാർക്ക് തടുക്കാൻ പറ്റിയില്ലെന്ന് വരും, പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരേണ്ട കേസാണിത്. അവിടെ എന്ത് പറയും? ഹിമ്മതു അഹദിഹിം ബതുനുഹു വദീനുഹു ഹവാ. ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ അഫഅൻത തകൂനു അലൈഹി വകീലാ. പൊന്നാര നബിയേ, സ്വന്തം സ്രഷ്ടാവ് പടച്ച തമ്പുരാൻ അല്ലാഹു ആകേണ്ടതിന് പകരം ഹവാ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവമാക്കി കൊണ്ടുവച്ച ആളുകള് അവരെ കണ്ടോ നബിയേ? അഫഅൻത തകൂനു അലൈഹി വകീലാ, അല്ലാഹുവിന്റെ റസൂലേ, അവരുടെയൊക്കെ കാര്യം ഏറ്റെടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയുമോ? ഹബീബിന് കഴിയൂല, അവരെന്നും ഹബീബ് സ്വീകരിക്കുകയുമില്ല. സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം തങ്ങളെ കുറിച്ച് സുഫിയാൻ ഇബ്നു ഉയൈന എന്ന ഇബ്നു ഉയൈന എന്നറിയപ്പെടുന്ന പകൽബനായ പണ്ഡിതൻ മഹാനവറുകൾ പറയുമായിരുന്നു, സഫ്വാൻ ഇബ്നു സുലൈം എന്നവരെ ഒരിക്കലും കിടക്കുകയില്ല എന്ന് ശപഥം ചെയ്തു പോയ മഹാനാണ്. കിടക്കൂല, കിടന്നുറങ്ങൂല, ഇരുന്നിട്ട് നിന്നിട്ട് എവിടെയെങ്കിലൊക്കെ ചാരി കിടന്നുറങ്ങി സുഖിക്കൂല. എത്ര വർഷം എന്നറിയോ? 40 കൊല്ലം ബെഡ് കടന്നിട്ടില്ല ഈ പറഞ്ഞ മഹാൻ. മോള് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങൾക്കൊന്ന് ഉറങ്ങിക്കൂടെ? ലവിസ്തൈഖൽത അലൽ ഫിറാഷ്, മരണം ആസന്നമായ നേരത്ത്, മരണത്തോട് മുഖാമുഖം കണ്ട നേരത്ത് പ്രിയപ്പെട്ട മോള് ചോദിച്ചു, 40 കൊല്ലമായിട്ട് കിടന്നുറങ്ങാത്ത നിങ്ങള് ഒന്ന് ഉറങ്ങിക്കൂടെ, ഒന്ന് കിടന്നുകൂടെ? മരണശയ്യയിലല്ലേ, ഒന്ന് കിടന്നൂടെ ബെഡിലെന്ന്? സഫ്വാൻ ഇബ്നു സുലൈം തങ്ങൾ പറഞ്ഞു, മോളെ, ഞാൻ അല്ലാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്, ലാ അളഉ ജംബി അലാ ഫിറാഷിൻ ഹത്താ അൽഖല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ ശരീരം ഞാൻ ഒരു ബെഡിൽ കിടത്തി വെക്കുകയില്ല. നമ്മൾ ചെയ്യണം, നമ്മളെ കൊണ്ട് കഴിയൂല, പക്ഷെ ആ മഹാൻ അങ്ങനെ ചെയ്തു, അത് പാലിച്ചു. പറഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിക്കണത്. ഇത്രയും കൊല്ലം കട്ടിൽമേലോ ബെഡിലോ എവിടെയും കിടന്നിട്ട്, ഒരു ബെഞ്ചിൽ വരെ കിടന്നിട്ടില്ല. എവിടെയെങ്കിലൊക്കെ ചാരിയോ ഇരുന്നോ നിന്നോ ഉറങ്ങുന്ന ഒരു ശ്രമം, അത്രേ, ഉറങ്ങൂല. അള്ളാനെ കാണുന്നവരെ ഞാൻ ഉറങ്ങൂല. അങ്ങനത്തെ മഹാൻ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞത്, ബിദിക്രി സഫ്വാൻ ഇബ്നു സുലൈമിൻ യർലാ റബ്ബുൽ അർളി വസ്സമാ വഇൻദ ദിക്രിഹി യൻസിലുൽ ഖത്റു മിനസ് സമാ. സഫ്വാൻ ഇബ്നു സുലൈം തങ്ങളെ ഓർക്കുന്ന മജ്ലിസുകൾ, അവരുടെ അനുസ്മരണ വേദികളിൽ അല്ലാഹുവിന്റെ കാരുണ്യം വരും. അല്ലാഹു അവരെ സംബന്ധം, അവരെ കുറിച്ച് തൃപ്തിപ്പെടും. വഇൻദ ദിക്രിഹി യൻസിലുൽ ഖത്റു മിനസ് സമാ,
അത്രയും പ്രഗത്ഭനാണ്. ഹജ്ജ് ചെയ്യാൻ പോകുമ്പോ ഒട്ടകക്കട്ടിലിൽ മഹ്മിലിലാണ് കിടക്കുന്നത്, മഹാനവർ ഇരിക്കുന്നത്. മഹ്മിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മീതെ വെക്കുന്ന ഒരു ഒട്ടകക്കട്ടിൽ. അതിന്റെ 2 സൈഡും 2 സീറ്റാണ്. നടുഭാഗം ഒട്ടകത്തിന്റെ പൂഞ്ഞയിൽ കൊളത്തി വെച്ച് 2 സൈഡിലേക്ക് ഒരാൾ ഇവിടെ ഇരിക്കും, ഒരാൾ ഇവിടെ ഇരിക്കും. അങ്ങനെ 2 ആൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ഒട്ടകക്കട്ടിലിനാണ് മഹ്മിൽ എന്ന് പറയാം. സഫ്വാൻ ഇബ്നു സുലൈം തങ്ങൾ മക്കയിലേക്ക് യാത്രയായപ്പോ തന്റെ കൂടെ മഹ്മിലിൽ ഇരിക്കുന്ന ആൾ പറയുമായിരുന്നു, വല്ലാഹി മാ നാമ സഫ്വാനുൻ ഫീ മഹ്മിലിഹി. ഞാൻ സഫ്വാൻ ഇബ്നു സുലൈം തങ്ങളെ കണ്ടു, അവരൊരിക്കലും ആ കട്ടിലിൽ ഇരുന്നിട്ട് ചാരിയിരുന്ന് ഉറങ്ങിയിട്ടില്ല. എപ്പോഴും ദിക്റിലായിരുന്നു. ഹജ്ജിന് പോയ യാത്ര അങ്ങനെയായിരുന്നു, ഉറങ്ങിയിട്ടില്ല. ആ യാത്രയിൽ ഉറങ്ങിയില്ല. വീട്ടുകാരെ പറഞ്ഞു ഞങ്ങളുടെ കിടക്കയിൽ കിടന്നിട്ടില്ല. മഹാൻ പറഞ്ഞു, ഇനിയൊരു കാലം വരും കേട്ടോ, അന്നൊക്കെ ആളുകളുടെ പ്രധാനപ്പെട്ട വിഷയം ഭക്ഷണമാണ്. എന്ന് മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, മഹാനായ ഹബീബിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വല്ലദീ നഫ്സു അബീ ഹുറൈറ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ശബിഅ നബിയുല്ലാഹി 3 അയ്യാമിൻ തിബാഅ മിൻ ഖുബ്സി ഹിൻതത്തിൻ ഹത്താ ലഖിയ റബ്ബഹ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു റൊട്ടി കൊണ്ട് വയറ് നിറച്ച് ഭക്ഷിച്ചിട്ടില്ല. 3 ദിവസം തുടർച്ചയായി ഹബീബായ നബി തങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. വെറും ഗോതമ്പ്, അതിന്റെ കൂടെ കറിയുണ്ടെന്നല്ല, വെറും ഗോതമ്പ് അതിന്റെ ഉമിയോടുകൂടെ. അങ്ങനെ ഒരു വയറ് നിറച്ച ഭക്ഷണം ഹബീബിന്റെ ജീവിതത്തിൽ മക്ക വിജയത്തിന് ശേഷം പോലും, ഖൈബർ യുദ്ധം കടന്നതിന് ശേഷം പോലും ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ലെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. വയറ് നിറച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടി മത്സരിക്കുക, കല്യാണമൊക്കെ പൊളിക്കുക. എങ്ങനെയാണെന്നറിയോ? ചെറുപ്പക്കാര് ചെന്നിട്ട് ഇരുന്ന് തിന്ന് തോൽപ്പിക്കുക. സുബ്ഹാൻ, അതും വിളിക്കാത്ത പോലെ വന്നിരിക്കുക. എത്ര വലിയ നാണക്കേട്! സുബ്ഹാനല്ലാഹ്. കോളേജ് കുട്ടികൾക്കൊക്കെ വെറുതെ പെർമിഷൻ ഉണ്ടെന്ന വിചാരം. ബൈക്കിൽ അങ്ങ് വരെ അന്തസ്സിൽ പോയിട്ട് ഏതോ കല്യാണ മണ്ഡപത്തിൽ കയറി വയറ് നിറച്ച് തിന്നു പോരാ. ഒന്ന് കല്യാണത്തിൻ്റെ ആളോട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അവരെ വിളിക്കാതില്ല ഈ വന്ന് തിന്നണത്. അങ്ങനെയൊക്കെ പറ്റിപ്പോയതൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്തോളി, അള്ളാഹു തആല പുറത്തു തരട്ടെ. ചെറുപ്പകാലത്ത് ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ കുറച്ചും കഴിഞ്ഞാൽ ഈ രസമൊക്കെ ഇങ്ങനെ മാറും. ഭക്ഷണം കഴിച്ച് തോൽപ്പിക്കുക, ഇതിന്റെ പരിപാടി. അങ്ങനെ മത്സരങ്ങൾ സത്യവിശ്വാസം ഇങ്ങനെ ചെയ്തു. എന്നിട്ട് നമുക്ക് കൊളസ്ട്രോൾ ഇല്ലാത്തവരില്ല, പ്രഷർ, ഷുഗർ, ഊരവേദന, കൈകാലിന് വേദന, അവിടെ വേദന, ഇവിടെ വേദന, ഒക്കെ അനക്കമില്ല, എക്സർസൈസ് ഇല്ല, ശരീരം അനങ്ങുന്നില്ല, വയറ് നിറച്ച് ഭക്ഷണവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബീതുൽ ലയാലിയൽ മുഅ വ അഹ്ലുഹു ത്വാവിയ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ വീട്ടുകാരും ഒരു ഭക്ഷണവും കഴിക്കാനില്ലാതെ വയറൊട്ടി കിടക്കാറുണ്ടായിരുന്നു. തുടർച്ചയായ രാത്രികള്, ദിവസങ്ങള് വയറൊട്ടി കിടക്കുക. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? വയറൊട്ടിയിട്ട്. നമ്മുടെ മുൻഗാമികൾ, ഉപ്പമാർ, ഇവിടെ ഇരിക്കുന്ന ഉപ്പാപ്പമാരൊക്കെ കഴിഞ്ഞ കാലത്ത് വളരെ ചെറുപ്പത്തിൽ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുക എന്നല്ലാണ്ട് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടോ? വയറ് വിശന്ന ഒരു അനുഭവം, ഒരു ദിവസം വിശന്നൊന്നും കിട്ടാതിരുന്നു എന്ന് പറയാനുണ്ടോ? ഇല്ല. وإنما كان أكثر خبزهم من الشعير. ബാർലി കൊണ്ടുണ്ടാക്കിയ ധാന്യം ബാർലി കൊണ്ടുണ്ടാക്കുന്നതായിരുന്നു അവരുടെ ബ്രെഡുകൾ പോലും, റൊട്ടികൾ പോലും. ഗോതമ്പ് പോലും കിട്ടുമായിരുന്നില്ലെന്ന് ഹബീബായ നബി തങ്ങളെ കുറിച്ച് ഹബീബിന്റെ വീട്ടുകാരായ ഹബീബായ തങ്ങളുടെ എളാപ്പയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, ഹബീബായ നബി തങ്ങൾ കഴിച്ചുകൂട്ടിയ ജീവിതം അങ്ങനെയാണ്. നമ്മളോ വയറ് നിറച്ച് തന്നെയാണ്. സഫ്വാൻ ഇബ്നു സുലൈം എന്നവർ പറയുന്നു, ലയഅതിയന്ന അലന്നാസി സമാനുൻ
ഹിമ്മതു അഹദിഹിം ബത്നുഹു വദീനുഹു ഹവാ. 21-ാം നൂറ്റാണ്ടിലേക്ക് നോക്കി പറഞ്ഞതുപോലെ തോന്നുന്നു സഫ്വാൻ ഇബ്നു സുലൈം തങ്ങളുടെ വാക്ക്. ഈമാനിന്റെ പ്രഭയുണ്ടായിരുന്ന മഹാനാണത്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന ഖലീഫ ഹബീബായ നബി തങ്ങളുടെ മസ്ജിദ് വരുന്നു. ഹജ്ജിന് പോകുന്ന വഴിക്ക് മദീനയിൽ വന്ന് ഹബീബിന്റെ പള്ളിയിൽ കയറുന്നു. അന്ന് മദീനയുടെ ഗവർണർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് മദീനയുടെ ഗവർണർ. ഖലീഫ അങ്ങോട്ട് കടന്നു വരുന്നു. ഖലീഫ കടന്നു വന്നു. മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ നോക്കുമ്പോ വല്ലാത്ത മുഖപ്രകാശനം കാണുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന അവിടുത്തെ ഗവർണറോട് ഖലീഫ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, ആരാണ് ഈ മനോഹരമായ മുഖാൾ? ആരാണിത്? എത്ര ഭംഗിയുള്ളൊരു മനുഷ്യൻ, ആരാ? എന്തൊരു വെളിച്ചം മുഖത്ത്, ആരാണിത് എന്ന് ചോദിച്ചപ്പോ അറിയില്ലേ, ഇബ്നു സുലൈമാൻ. അവിടെ നിന്നിട്ട് പരിചാരകനോട് പറഞ്ഞു, 500 സ്വർണ്ണ നാണയത്തിന്റെ എടുത്തുകൊണ്ടുവാ. 500 സ്വർണ്ണ നാണയം. 500 സ്വർണ്ണ, 1-2 അല്ല, എത്ര പവനായിപ്പത്? 500 സ്വർണ്ണ നാണയം. എന്നിട്ട് പറഞ്ഞു, ഇത് സഫ്വാൻ ഇബ്നു സുലൈമിന് കൊണ്ടുപോയി കൊടുക്ക്. പരിചാരകൻ വരുന്നു. ഹബീബിന്റെ പള്ളിയിൽ സഫ്വാൻ ഇബ്നു സുലൈം എന്നവരെ നിസ്കരിക്കുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് പരിചാരകൻ വന്ന് കുറെ കാത്തു നിന്നു. സലാം വീട്ടിയപ്പോ മഹാനായ സഫ്വാൻ തങ്ങളോട് പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ മലിക് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് നിങ്ങൾക്ക് തന്ന സമ്മാനമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ, എടുത്തോളൂ 500 സ്വർണ്ണ. പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു. അതെ, നിങ്ങൾക്ക് തരാം. എനിക്കാവില്ല, നിങ്ങൾക്ക് തന്നതാണ്. എന്റെ പേര് പറഞ്ഞ ഒന്നുകൂടെ പോയി നോക്കി, ഞാൻ വാങ്ങിക്കുന്നില്ല, നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കൊണ്ടുപോ. നിങ്ങൾ കയ്യിൽ പിടിക്കും, ഞാൻ ചോദിച്ചിപ്പോ വരാം. ഞാൻ കയ്യിൽ വെക്കൂല, ഞാൻ വാങ്ങിച്ച എന്റെ പേര് ഞാനല്ലെങ്കിലോ അവിടെ ഉദ്ദേശിച്ചത്, പിന്നെ എന്റെ കയ്യിൽ തിരിച്ചു വാങ്ങുക പ്രയാസാവില്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൂല എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിക്കോ. എന്നിട്ട് ഖലീഫയോട് ചോദിക്ക്, അത് സഫ്വാൻ ഇബ്നു സുലൈം എന്ന് പറഞ്ഞ എന്റെ പേര് തന്നെയാണോ മൂപ്പര് പറഞ്ഞത് എന്ന് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പൈസക്ക് എങ്ങനെ കിട്ടുന്നതും വാങ്ങി വെക്കുന്ന കാലം, അത് ഹലാലോ ഹറാമോ ആരുടേതെന്ന് പോലും നോക്കാതെ കീശിക്കിടുന്ന ഈ കാലത്താണ് സഫ്വാൻ ഇബ്നു സുലൈം തങ്ങളുടെ ഈ അനുഭവം നമ്മൾ പറയുന്നത്. ഖലീഫയുടെ അടുത്ത് പോയി ഇദ്ദേഹം പോയ പോക്കിൽ അവിടെ നിന്ന് ഒരൊറ്റ ഇറങ്ങി ഓട്ടം. ആള് ചോദിക്കാൻ വേണ്ടി പോയതാ, അത് സഫ്വാൻ ഇബ്നു സുലൈമിൻ തന്നെ അല്ലേ, അദ്ദേഹം എന്റെ പേര് പറഞ്ഞു എന്നൊക്കെ ഉറപ്പുവരുത്താൻ അയാൾ പോയി എന്ന് കണ്ടപ്പോൾ പള്ളിയിൽ നിന്ന് ഒരൊറ്റ ഇറങ്ങി ഓട്ടം. ആ വീട്ടിലിരുന്നു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് മദീന വിട്ടു പോയി എന്ന് കേട്ടപ്പോഴാണ് പിന്നെ പുറത്തിറങ്ങിയത്. ആ പൈസ വാങ്ങിച്ചിട്ടില്ല. അങ്ങനത്തെ മഹാനായിരുന്നു സഫ്വാൻ ഇബ്നു സുലൈം റഹ്മത്തുള്ളാഹി. താബിഈങ്ങളിലെ പ്രമുഖനാണ്. ഇനി വരുന്ന കാലം ഇങ്ങനെയൊന്നുമല്ല. ആളുകൾക്ക് ഭക്ഷണവും തീറ്റയും വിവിധ തരം ഭക്ഷണം, കുക്കറി ഷോകള്, ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കുടവയറന്മാർ, അവരൊക്കെയാണ് കുക്കറി ഷോകളുടെ ഡെമോകൾ അവതരിപ്പിക്കുന്നത്. പ്രസന്റർമാർ തിന്ന് വണ്ണം വെച്ച് തീറ്റ നടത്തി തീറ്റ മത്സരം നടത്തുകയും വിവിധ വർണ്ണങ്ങളിൽ രുചികളിൽ ഭക്ഷണമുണ്ടാക്കി മത്സരിക്കുകയും ചെയ്ത് മനുഷ്യന്റെ ആകെയുള്ളൊരാഗ്രഹം ഭക്ഷണമാകുന്ന കാത്ത് രക്ഷിക്കട്ടെ. ഭക്ഷണം വേണം ഇബാദത്ത് നിൽക്കാൻ. തങ്ങൾ പറയുമായിരുന്നു, ഹസ്ബുബ്ന ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബഹു, മനുഷ്യന്റെ നട്ടെല്ല് നിവർത്തിയെടുക്കാൻ മാത്രം ഏതാനും ഉരുള ഭക്ഷണമേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ. അല്ല, 3 ഉരുള ഭക്ഷണം കൊണ്ട് ആവില്ല എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ വയറിന്റെ 1/3 ഭക്ഷണത്തിന്, വയറിന്റെ 1/3 വെള്ളത്തിന്, വയറിന്റെ 1/3 ഒന്നും കഴിക്കാതെ ഒഴിവാക്കി വിടണം. ചിലരൊക്കെ പറയും ഇങ്ങനെ 1/3 തന്നെ കഴിക്കണുള്ളൂ, പക്ഷെ ആ 1/3 നിറയണമെങ്കിൽ ഒരു 4. സുബ്ഹാനല്ലാഹ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക നമ്മൾ എല്ലായ്പ്പോഴും പറയും. പരിശുദ്ധ റബീഉൽ അവ്വൽ ഒരുപാട് ഹബീബിന്റെ ചര്യകൾ സംബന്ധിച്ച് പറയാറുണ്ട്. ഹബീബിന്റെ ചര്യയാണ് ഭക്ഷണത്തിലെ ഹബീബിന്റെ രീതി. ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തത് കൊണ്ടല്ല, ഹബീബായ നബി തങ്ങൾ വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ്.
وراودته الجبال الشم من ذهب عن نفسه فأراها أيما شممي എന്ന് ഇമാമുന ബുസീരി തങ്ങൾ പാടുന്ന ആ കവിതകളിൽ വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാബ് കശ്ഹം മുത്രഫൽ അദമി. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മിനുമിനുത്ത മേനയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിയിട്ട് വയറുകൊണ്ട് നടക്കാൻ കഴിയാതെ വരുമ്പോ നമ്മൾ അറിയണം, രണ്ട് കാലുകളല്ല നമ്മുടെ ഉടലും കൊണ്ട് നടക്കുന്നത്, നമ്മുടെ വയറാണ് നമ്മുടെ രണ്ട് കാലുകളെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ്, നമ്മുടെ വയറാണ് രണ്ട് കാലും, കാലി ഈ രണ്ട് കാലും തളരും. കാലല്ല വയറിനെ പിടിച്ച് നടത്തുന്നത്, വയറാണ് കാലിനെ നടത്തുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല. വയറ് കാലിയായ അവിടെ ഇരിക്കാൻ കഴിയില്ല. ആ വയറിന്റെ ഒരു ഭാരമാവാൻ പരിശുദ്ധമായ ഖന്തക്ക് യുദ്ധം നടക്കുമ്പോ ഹബീബായ നബി തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നമ്മൾ കേൾക്കാറുണ്ട്. എപ്പോഴെങ്കിലും വയറ് നിറച്ച് തിന്നു, അതല്ല വിഷയം. ഇതൊരു പരിപാടിയാക്കി കൊണ്ടുനടക്കുക. എപ്പോഴും തീറ്റയ പരിപാടി, ഭക്ഷണത്തെ കുറിച്ചുള്ള ചർച്ച. എവിടേക്കാ പുതിയ പുതിയ റെസ്റ്റോറന്റ് വരുന്നത്, ഇതന്നെ വേറെ ഒരു ചർച്ചയും ചെയ്യാറില്ല. ഈ പരിപാടി പറ്റൂല, അത് നമ്മൾ നിർത്തിയേക്കണം. ഇബാദത്തിന് ആരോഗ്യത്തിന് ഭക്ഷണം വേണം. ആ ഭക്ഷണം കഴിക്കുന്നത് പോലും ഉറങ്ങുന്നതും പോലും അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. ഇബാദത്തിന് കാരണമാകുന്ന ആ രീതിയിൽ മഹാന്മാർ അതിനെ കാണുമായിരുന്നുവത്രേ. എങ്ങനെ? എണീറ്റ് നടന്നാൽ ഇബാദത്താണ്. എന്റെ ഖൗമത്തിൽ എനിക്ക് അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ഉറങ്ങാൻ കിടക്കും, എന്താ നീയത്ത് എന്നറിയാം. ഉറങ്ങുന്നു പടച്ചോനെ, ഉറങ്ങിയാലല്ലേ ആരോഗ്യം ഉണ്ടാവൂ, ഉറങ്ങിയാലല്ലേ ക്ഷീണം മാറൂ, ക്ഷീണം മാറില്ലേ ശരിക്കും നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിനാ ഉറങ്ങണത്. അങ്ങനെ ഉറങ്ങിയാൽ ആ ഉറക്ക ഇബാദത്താണ്. അങ്ങനെ ആ നിയ്യത്തിലാ ഉറങ്ങണത്, ആ ഉറക്ക ഇബാദത്താണ്. ഭക്ഷണം കഴിക്കാൻ പടച്ചവനെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, എന്തിനു? അപ്പോഴല്ലേ ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടായാലും ഇബാദത്ത് ചെയ്യാൻ പറ്റും. ഉംറയും ഹജ്ജും നിസ്കാരവും നോമ്പും ഒക്കെ ചെയ്യണ്ടേ, ആരോഗ്യം വേണ്ടേ? ഞാൻ അതിനാ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷ്യ ഇബാദത്താണ്. അപ്പോഴും വയറിറച്ചൂടാ. ആ ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്താണ്. നിയ്യത്തുണ്ടെങ്കിൽ, വെള്ളം കുടിക്കുമ്പോൾ നിയ്യത്ത്, ആരോഗ്യം വേണ്ട റബ്ബേ അതിനാ. എത്ര ഭക്ഷണവും എത്ര വെള്ളവും എത്ര ഉറക്കവും നമുക്ക് കൂലിയില്ലാതെ നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൽ. ഒരു നിയ്യത്ത് മതിയായിരുന്നു. ഞാൻ എന്തിനിത് ചെയ്യുന്നു എന്നൊരൊറ്റ നിയ്യത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറജ റസൂലുള്ളാഹി മിനദ് ദുനിയാ വബഅഹു വലാ അഹ്ലുഹു മിൻ ഖുബ്സിശ് ശഈർ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട വലം യശ്ബഅഹു വലാ അഹ്ലുഹു, നബി തങ്ങളോ അവിടുത്തെ ബന്ധുക്കളായ നബി തങ്ങളുടെ ഭാര്യമാരോ മിൻ ഖുബ്സിശ് ശഈർ, ഗോതമ്പിന്റെ റൊട്ടി പോകട്ടെ ബാർലിയുടെ റൊട്ടി കൊണ്ട് പോലും വയറ് നിറച്ചിട്ടില്ലായിരുന്നു ഒരിക്കൽ പോലും. നബി തങ്ങൾ തങ്ങളും വയറ് നിറച്ചിട്ടില്ല, തങ്ങളുടെ വീട്ടുകാരി പെണ്ണുങ്ങളായ മഹദിമാർ, ഹബീബിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവരും വയറ് നിറച്ച് തിന്നിട്ടില്ല. നമുക്ക് മാതൃകയാക്കാൻ കഴിയോ? മാതൃകയാക്കണ്ടേ? തങ്ങൾ ചെയ്തൊക്കെ സുന്നത്തല്ലേ, തങ്ങളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണ്ടേ? റമദാൻ മാസം ഹോസ്പിറ്റൽ കേസ് വളരെ, നോമ്പിന് ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നോമ്പ് കണ്ട കഴിഞ്ഞാൽ അസുഖങ്ങൾ, എന്തെന്നൊരു ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ റബ്ബേ, എത്ര കാലറിയാ അടിക്കണത്. എത്ര കുറച്ച് തിന്നാൽ ജീവിക്കാൻ കഴിയുന്ന ശരീരമാണ് മനുഷ്യൻ്റെത്. പക്ഷെ ഒരുപാട് ഭക്ഷണം കഴിക്കുക, വേസ്റ്റ് ആക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബിന്റെ സ്വഹാബിമാരും താബിഈങ്ങളും അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ ഭക്ഷണം അവർക്ക് വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ്, ലഭ്യമല്ലാത്തത് കൊണ്ടല്ല. വേണമെങ്കിൽ കിട്ടുമായിരുന്നു. അല്ലാഹുവിനോട് അവർ പഠിച്ചവനെ എനിക്ക് വേണ്ട, എത്ര മതി, ഇത്ര. എന്നിട്ട് എന്ത് ആരോഗ്യമായിരുന്നു മുഅ്മിനെ, എന്ത് വലിയ ആരോഗ്യമായിരുന്നു, എത്ര വലിയ ആരോഗ്യം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരിക്കലും ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ അള്ളാഹു നൽകുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളമായിട്ടല്ല, പിന്നെയോ അള്ളാഹു ഇത് വിലയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അതിന്റെ സൂറത്തു സുഖ്റുഫിലെ ആയത്താണ് ഞാൻ ഓതി വെച്ച തുടക്കത്തിൽ. എന്തൊരു അത്ഭുതമുള്ള ആയത്താണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو أن يكون الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا
من فضة ومعارج عليها يظهرون ولبيوتهم أبوابا وسررا عليها يتكئون وزخرفا وإن كل ذلك لما متاع الحياة الدنيا والآخرة عند ربك للمتقين. ജനങ്ങളെല്ലാവരും ഒരുപോലെയായി പോകില്ലായിരുന്നുവെങ്കിൽ, ഒരുപോലെ എന്ന് പറഞ്ഞ ഉമ്മത്തുൽ കുഫർ, എല്ലാം ഒന്ന് പുറത്തു പോകുക എന്ന അവസ്ഥ വരില്ലായിരുന്നെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യുന്നറിയോ? ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന എല്ലാ ദൈവ നിഷേധികൾക്കും അള്ളാഹു കൊടുക്കും എന്തും ലിബുയൂതിഹിം സുഖുഫാ, വളരെ മനോഹരമായ മേൽക്കൂരകളുള്ള ഉയർന്ന വീടുകള്. മിൻഫിൽ, കൂര ഓടല്ല, സിമന്റ് അല്ല, കോൺക്രീറ്റ് അല്ല. മിൻഫില്ലത്തിൻ, അവരുടെ മേൽക്കൂര വെള്ളി കൊണ്ട് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. ആർക്കെന്നറിയോ? അല്ലാത്തവർക്ക് മുഴുവൻ വീടിന്റെ മേൽക്കൂര വെള്ളിയാണ്. വമആരിജ അലൈഹാ യദ്ഹറൂൻ, മേലോട്ടുള്ള കോവണികളുള്ള തട്ടുതട്ടുകളുള്ള വീടുകള്. വലിബുയൂതിഹിം അബ്വാബാ, അവരുടെ വീടുകൾക്ക് മനോവാതിലുകൾ അല്ലാഹു കൊടുക്കും. വസുറൂറാ, മനോഹരമായ സ്വർണത്തിന്റെ കട്ടിലുകള്. അലൈഹാ യത്തകിഊൻ, അവർ കിടക്കും. ആർക്ക്? അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് ഇതൊക്കെ അല്ലാഹു കൊടുക്കുമായിരുന്നു. വസുഖുറുഫൻ, വലിയ ആഡംബരങ്ങളും കൊടുക്കും. കാഫിറായാൽ അല്ലാഹ് സ്വർണം കൊടുക്കും എന്ന് കണ്ട് കുഫറിലേക്ക് മാറുകയും ഒരുപാട് ആളുകൾ കാഫിറുകളായി മാറുമല്ലോ എന്നുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അല്ലാഹു കൊടുത്തേർക്കും. അല്ലാഹുക്കതൊരു വിഷയമല്ല, അല്ലാഹുക്കത് വിഷയമല്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നറിയോ? പൈസ കാണുമ്പോൾ അള്ളാഹിന്റെ അടുത്താളാന്ന് ഈ സാധുക്കൾ വിചാരിക്കും. മുസ്ലിമീങ്ങളിൽ സാധുക്കൾ അങ്ങനെ വിചാരിക്കേണ്ടത് വലിയ അത്ഭുതം. പണം ഉണ്ടാവുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടുകൊണ്ടായി കൊടുക്കണമെന്ന വിചാരം. അങ്ങനെ ഖാറൂനും ഫിറഔനൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? കുഫറിലേക്ക് ആളുകൾ പോകില്ലായിരുന്നെങ്കിൽ അല്ലാഹു തആല പറയും, കുഫറിലേക്ക് പോകും ആളുകൾ. കാഫിരീങ്ങൾക്കൊക്കെ അല്ലാഹ് സ്വർണം വെള്ളിയും കൊടുക്കുകയാണെങ്കിൽ എന്നാ പിന്നെ ഞങ്ങളൊക്കെ ഇസ്ലാം വിട്ട് പോവുകയാണെന്ന് ജനങ്ങൾ മൊത്തം പറയില്ലായിരുന്നെങ്കിൽ ഞാനിത് കൊടുക്കുമായിരുന്നു. അപ്പൊ അല്ലാഹ് കൊടുത്താൽ ഈമാൻ കുറഞ്ഞവരെങ്കിലും പറയും അത് മതി, പൈസയല്ലേ, അത് വരട്ടെ എന്ന് പറഞ്ഞ് ഇസ്ലാം വിട്ട് പുറത്തു പോകും. അവർക്ക് ആഖിറം നഷ്ടമാകും. അതുകൊണ്ട് അല്ലാഹ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അല്ലാഹുക്കതൊരു വിഷയമല്ല. അത്ര വലിയ അത്ഭുതമാണ് ഈ ആയത്ത്. അല്ലാഹുവാണ് ഈ പറയുന്നത്. വല്ലാഖിറതു ഇൻദ റബ്ബിക ലിൽമുത്തഖീൻ, നബിയേ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് പരലോകമാണ് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവരുടെ അമ്മായിയായ ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ബീവി പറയുകയായിരുന്നു, യബ്ന ഉഖ്തി, എന്റെ മകൻ, എന്റെ പെങ്ങള് അസ്മാ ബീവിയുടെ മോനെ അബ്ദുല്ലാഹി ബിൻ ഉർവത്ത് ബിൻ സുബൈർ, കുന്നാ ലനൻദുറു ഇലൽ ഹിലാൽ ثم الهلال ثم الهلال ثلاثة أهلة في شهرين, 3 ചെറിയ ചന്ദ്രനെ ഞങ്ങൾ കാണും. ഒരു മാസം തുടങ്ങുമ്പോ അടുത്ത മാസം തുടങ്ങുമ്പോ അടുത്ത മാസം ആകുമ്പോ അങ്ങനെ 2 മാസം ഞങ്ങൾ ഹബീബിന്റെ വീട്ടിൽ കഴിയുമ്പോ ഫമാ യൂഖദു ഫീ ബൈതി റസൂലില്ലാഹി നാർ, ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ തീ കത്തിക്കപ്പെടില്ലായിരുന്നു. ഉർവാ, എന്റെ പെങ്ങളുടെ മോനെ, എന്റെ ജ്യേഷ്ഠത്തിയുടെ മോനെ, നിങ്ങൾക്കറിയുമോ 3 ചന്ദ്രക്കല ഞങ്ങൾ കാണും. 2 മാസങ്ങൾ പരിപൂർണമായും കഴിയുമ്പോ ഞങ്ങളുടെ വീട്ടിൽ ആ 2 മാസത്തിനിടയിൽ വേവിച്ച ഒരു സാധനവും കിട്ടാറില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉർവതങ്ങൾ ചോദിച്ചു, വമാദാ കാന യുഈശുകും യാ ഖാല, അമ്മായി പിന്നെ എന്താ നിങ്ങൾ കഴിച്ചിരുന്നത്? എങ്ങനെയാ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? എന്താ നിങ്ങൾ ജീവിക്കാൻ ചെയ്തത്? മാദാ കുൻതി തഅകുലീൻ, എന്താ നിങ്ങളൊക്കെ തിന്നിരുന്നത്? മഹദി പറഞ്ഞു, അൽ അസ്വദാൻ,
ആ കറുത്ത രണ്ട് സാധനങ്ങളായിരുന്നു എന്ന് പറഞ്ഞത് അൽമാഉ വത്തംറു, വെള്ളവും കാരക്കയും. അന്ന് വെള്ളം സൂക്ഷിക്കുന്നത് തോൽപാത്രത്തിലാണ്. അതിന് ഉള്ളിലേക്ക് നോക്കിയാൽ വെള്ള നിറം കറുപ്പായിട്ടാ കാണുക. വെള്ളത്തിന് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, അത് അതിനെ കണ്ട് നീല നിറത്തിലുള്ള ബോട്ടിൽ വെച്ചാൽ വെള്ളത്തിന് നീല നിറം നമ്മൾ പറയും. വെള്ളത്തിനൊക്കെ നിറമൊന്നും ഇല്ല എന്നതാണ് അതിന്റെ വസ്തുതയാണെങ്കിൽ പോലും അല്ലേ. അന്ന് തോൽപാത്രത്തിലാ വെള്ളം, അപ്പൊ കറുപ്പ്. പിന്നെ കാരക്കയും കറുപ്പ്, അല്ലെങ്കിൽ തഗ്ലീബിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കറുത്തത്. ആ കാരക്കയും വെള്ളവുമായിരുന്നു മോനെ ഞങ്ങൾ കഴിച്ചിരുന്നത്. പിന്നെ അൻസ്വാരികൾ നല്ല ആളുകളാണ്, മദീനക്കാർ. ഇൻദഹും മനാഇഹു, ആടുമാടൊട്ടകങ്ങൾ ഉണ്ടായിരുന്നവരാണ് അൻസ്വാരികൾ. അവരെ പലപ്പോഴും ആടിന്റെ പാല് കറക്കുകയും അൻസ്വാരികൾ ആടുമാടുകളുടെ പാല് കറന്ന് ഹബീബായ നബിയുടെ വീട്ടുകാരായി ഞങ്ങൾക്ക് കൊടുത്തേക്കാറുണ്ട്. അത് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും ഒരു ഗ്ലാസ് പാല് കിട്ടിയാലായി, ഇല്ലെങ്കിൽ വെറും കാലവും അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 2 മാസത്തിൽ പുക ഉയരാതെ ഞങ്ങൾ ഹബീബിന്റെ പട്ടിണി കിടന്ന് ജീവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഉമ്മമാരുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ. സ്വഹാബികളുടെയും താബിഈങ്ങളുടെയും കാലത്ത് ഭക്ഷണം ഒരുപാട് വർദ്ധിക്കുന്ന സമയമായിരുന്നു അത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ മഹാനായ സ്വഹാബി താബിഈങ്ങളോടും സ്വഹാബികളോടുമായി ചോദിച്ചു, അലസ്തും ഫീ തുആമിൻ വശറാബിൻ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണവും വെള്ളവും ഇന്ന് കിട്ടാനുണ്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് റഅയ്തു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവനാണ്, ഹബീബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹബീബ് വയറൊട്ടി ചുരുണ്ട് കിടക്കും. മാ യജിദു ദഖ്ലൻ യംലഉ ബിഹി ബത്നഹു, ഹബീബിന്റെ വയറ് നിറക്കാൻ തരം കാരക്ക പോലും ഈത്തപ്പഴം പോലും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ വിശപ്പ് കൊണ്ട് വയറൊട്ടി നടന്നിട്ടുണ്ട്. ലോകത്തിന്റെ ഗുരുവും അഷ്റഫുൽ ഖൽഖുമായ നമ്മുടെ നേതാവ്, അംബിയാഇന്റെ നേതാവ്, അല്ലാഹുവിന്റെ മെഹബൂബായ നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം മാ യജിദു ദഖ്ലാ, ദഖ്ല എന്ന് പറഞ്ഞാൽ റദീഉ തംർ, കാരക്കയിൽ ഏറ്റവും താഴെ. കാര കൊടുത്താൽ ആരെയും തിന്നുന്നുണ്ടോ? ഈത്തപ്പഴം കൊടുത്താൽ വാങ്ങിച്ചു കഴിക്കുമോ? വേറെന്തെങ്കിലും മധുരം, ഐസ്ക്രീം, അത് ഇതൊക്കെ കഴിക്കാന്നല്ലാണ്ട് നബി തങ്ങൾക്കില്ലാതെ ഞാൻ ഹബീബായ നബി വയറൊട്ടി നടന്നത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. എന്നാൽ അൻസ്വാരികളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണമായല്ലേ എന്ന് നുഅ്മാൻ ഇബ്നു ബശീർ തങ്ങൾ അവരെങ്ങാനും നമ്മുടെ കല്യാണ പുരകൾ കണ്ടിരുന്നെങ്കിൽ, എങ്ങാനും നമ്മുടെ സദ്യകൾ വിളമ്പുന്നത് കണ്ടിരുന്നെങ്കിൽ, അവരെങ്ങാനും ഭക്ഷണ വിഭവങ്ങൾ നിരത്തി വെച്ച് ചപ്പുചവറിലേക്ക് കൊട്ടുന്നത് കണ്ടിരുന്നുവെങ്കിൽ, എന്താണ് അവരൊക്കെ പറയാ? കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ പോളൂ കുടിച്ചോളൂ, പക്ഷേ ധൂർത്ത് ചെയ്യരുതേ എന്നായി. എന്താണ് ഈ ധൂർത്ത്? ഹബീബായ നബി തങ്ങൾ എന്തിനെ കുറിച്ചാണ് ധൂർത്ത് എന്ന് പറഞ്ഞതെന്ന് വഴിയെ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമുക്ക് വരാനുണ്ട്. ഹബീബ് തങ്ങൾ ധൂർത്തായി കണ്ട ഒരു വിഷയത്തിന്റെ മഹാത്ഭുതം നമ്മളൊക്കെ ഡെയിലി എന്നുമെന്നോണം ധൂർത്താണ്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം, ആവശ്യത്തിനധികം കൊടുത്താൽ വയറിനത് ദഹിപ്പിക്കാൻ കഴിയില്ല. പിന്നെ വയറ് സ്തംഭനമായി, കുട്ടികൾ ക്ഷീണമായി, മടിയായി, ഉറക്കക്ഷീണമായി, ഓർമ്മക്കുറവുകളായി, രോഗങ്ങളായി പരിണമിക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ കാണാൻ കഴിയും. സഹ്ൽ ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു താബിഈങ്ങൾ വന്ന് ചോദിക്കുകയാണ്, ഹല്ലകലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ-നഖിയ, ഹബീബായ നബി തങ്ങളങ്ങ ശരിയായ ഗോതമ്പ് പൊടി കണ്ടിട്ടുണ്ടോ? തങ്ങൾ തിന്നിട്ടുണ്ടോ? ശരിയായ ഗോതമ്പ് പൊടി, നമ്മൾ പൊറാട്ട മാവ്, ആട്ടയോ മൈദയോ എന്തോ ആവട്ടെ, ഗോതമ്പിൻ്റെതാണല്ലോ, പ്യൂറായിട്ട് വെറും നൈസ് പൊടിയായിട്ട് കിട്ടുന്നത്, തങ്ങൾ തിന്നിട്ടുണ്ടോ എന്നാ ചോദ്യം. എന്താ മറുപടി എന്നറിയോ? ഖാല മാ റആ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ-നഖിയ മിൻ ഹൈതു ഇബ്തഅസഹു അല്ലാഹു ഹത്താ ഖബല. ഹബീബായ നബി റസൂലായ ഇടം മുതൽ ലോകത്തോട് വിട പറയുന്ന 23 വർഷക്കാലത്തിനിടക്കുള്ള കഥ അതെനിക്കറിയാം. ആ കാലത്തിനിടയിൽ ഹബീബായ നബി തങ്ങൾ ശരിയായ ഗോതമ്പ് പൊടി, തവിടില്ലാത്ത ശുദ്ധമായ ഗോതമ്പ് മുത്തുനബി തങ്ങൾ തിന്നല് പോവട്ടെ ഹബീബിന് കാണാൻ പോലും കിട്ടിയിട്ടില്ല എന്ന് സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ചോദിച്ചു, എങ്ങനെയാ പിന്നെ ഹബീബ് ജീവിച്ചത്? കൈഫ തഫഅലൂന ബിശ്ശഈർ, ബാർലിയുടെ പൗഡർ, ബാർലിയുടെ പൊടി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ബാർലി കഴിച്ചിട്ടുണ്ടോ നബി തങ്ങൾ? ശുദ്ധമായ ബാർലിയുടെ പൗഡർ ഇല്ല ഇല്ല ഇല്ല. കുന്നാ നതുഹനുഹു, ബാർലി ഞങ്ങൾ പൊടിക്കുമായിരുന്നു. തുമ്മ നംഫുഹു, എന്നിട്ടങ്ങോട്ട് ഊത്. എങ്ങനെ? ഫിൽട്ടർ ചെയ്യാനുള്ള അരിപ്പകളില്ല, തരിപ്പകളില്ല. ആ മാവ് കൃത്യമായും അതിന്റെ തവിട് കളഞ്ഞ് അതിന്റെ പൊടി മാത്രം എടുക്കാൻ, ഫിൽറ്റർ ചെയ്യാനുള്ള ആ തരിപ്പകളില്ലാതിരുന്ന കാലം ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ആ ബാർലിയെ ചതച്ച് ഊതും ഒരു ഊത്ത്, അതിൽ പാറുന്നത് പാറും, എന്നിട്ട് വെള്ളമൊഴിച്ച് അതുകൊണ്ടാണ് റൊട്ടി ഉണ്ടാക്കിയിരുന്നത് എന്ന് മഹാനായ സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. ثم ثريناه بالماء ثم عجناه وخبزناه. അങ്ങനെയാണ് ഞങ്ങളൊക്കെ റൊട്ടി തിന്നിരുന്നത്. അതിന്റെ ഇന്ന് നമുക്കറിയാം അത് ഏറ്റവും വലിയ ഹെൽത്തി കൺസെപ്റ്റ് ആണ് അല്ലേ? തവിട്, ഹോൾ ഗ്രെയിൻ എന്നൊക്കെയാണെന്ന് പറയാ. തവിടോടുകൂടെയുള്ള ആ ഗോതമ്പ് അത് ശരീരത്തിന് നല്ലതാണ്, ദഹിക്കാൻ നല്ല ഫൈബറാണ്. തങ്ങൾ കഴിച്ചത് അതാണ്. അന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്ത് മനോഹരമായ നൈസ് പൊടിയായി നമ്മുടെ പത്തിരി പൊടിയും ചപ്പാത്തി പൊടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ? അങ്ങനത്തെ ഒരു പൊടി ഹബീബ് കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ഈ വിഷയം പറയാനോ പോലും അർഹതയില്ല. പക്ഷേ ഇത് ഹബീബിന്റെ സുന്നത്താണ്, ഹബീബിന്റെ ജീവിതമാണ്. നമ്മളത് മനസ്സിലാക്കണല്ലോ. ജനങ്ങളിൽ വഅദ് പറയാൻ പാപികളല്ലാത്തവർ മാത്രം വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. വലൗലം യഅദ് ഫിന്നാസി മൻ ഹുവ മുദ്നിബു ഫമൻ യഅദിൽ ആസീന ബഅദ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയണം അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കുറഞ്ഞ ഭക്ഷണം എന്നാൽ എത്രയേറെ ഉന്മേഷം. ഇന്ന് ഭക്ഷണം കൂടുതലാണ്. പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന ഒരു കുസാല മടിയന്മാരായിട്ട് അവർ ഇരുന്ന് ഉറങ്ങാണ്. ഖുതുബയുടെ നേരത്തെ ഇരുന്ന് ഉറങ്ങാണ്. കൂർക്കം വലിച്ചൊക്കെ ഉറങ്ങും. ചിലവര് ഒതു പോയിട്ടുണ്ടാവും, അതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, മടിയും ക്ഷീണവുമായിട്ട് ഭക്ഷണം വയറു നിറച്ച്. ജുമുഅ കഴിഞ്ഞിട്ട് ഭക്ഷണം, അസർക്ക് വേറൊന്ന്, മഗ്രിബിന് വേറെ, ഇശാക്ക് വേറെ. മുത്തുനബി തങ്ങളുടെ കാലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം, എന്നാൽ ഒരുപാട് ആരോഗ്യം, ഉന്മേഷം. അതല്ലാഹു നൽകുന്ന അല്ലാഹുവിന്റെ വല്ലാത്തൊരു മദതായിരുന്നു. സുനനു തിർമിദിയിലും മാജയിലും സ്വഹീഹായ സനദോടുകൂടെ ബിസനദിൻ ഹസനിൻ അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, അത്ഭുതകരമായ ഹദീസാണിത്. അസ്വാബനൽ ജൂഉ വനഹ്നു സബ്അത്തുൻ മഅ റസൂലില്ലാഹ്. ഞങ്ങൾ അല്ലാഹുവിന്റെ 7 പേരുണ്ട്. അന്ന് ഞങ്ങൾക്ക് വിശപ്പുണ്ടായി. 7 പേരുണ്ട് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ. അന്ന് ഞങ്ങൾക്ക് വിശന്നു. എന്താ ഞങ്ങളുടെ ഭക്ഷണം എന്നറിയോ? ഫഅഅത്വാനാ കുല്ല വാഹിദിൻ തംറതൻ ഫീ യൗമിഹി. ഓരോ ദിവസവും കഴിച്ചുകൂട്ടാൻ നബി തങ്ങൾ ഓരോ ഈത്തപ്പഴം തരുമായിരുന്നു. ഒരു ഈത്തപ്പഴം ഒരാൾക്ക് ഒരു ദിവസം. അത് രാവിലെ ചായയുടെ കടിയല്ല, ഒരു ദിവസത്തേക്ക് മുഴുവനായി തങ്ങൾ ഞങ്ങൾക്ക് തന്നിരുന്നത്. ഞങ്ങൾ ഹബീബിന്റെ കൂടെയുള്ള യാത്രയിൽ ഒരു ഈത്തപ്പഴമാണ് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം. ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല. അവർ യുദ്ധത്തിന് പോകുന്നവരാണ്. എന്തെല്ലാം ത്യാഗം ചെയ്യണം. സ്വഹീഹ് മുസ്ലിമിൽ ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അർസലനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സരിയ. ഞങ്ങൾ ഒരു യുദ്ധത്തിന് പോവുകയാണ്, ഒരു സൈന്യത്തിൽ.
ആ സൈന്യത്തിന്റെ നേതാവ് വഅമ്മറ അലൈനാ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, സ്വർഗ്ഗത്തിലേക്ക് നബി തങ്ങൾ പോകുമെന്ന് ബശറത്തുൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ 10 പേരിൽ ഒരാൾ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു ആണ് ഞങ്ങളുടെ സൈന്യത്തിന്റെ നേതാവ്. വഅഅതാനാ ജിറാബൻ മിൻ തംറിൻ, ഞങ്ങൾക്ക് ഈത്തപ്പഴത്തിന്റെ ഒരു പാക്ക് തന്നിട്ടുണ്ടായിരുന്നു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഫകാന യുഅതി കുല്ല വാഹിദിൻ മിന്നാ ഫിൽ യൗമി തംറ, ദിവസവും ഞങ്ങൾ ഓരോരുത്തർക്ക് ഒരു ഈത്തപ്പഴമാണ് അബൂ ഉബൈദ തങ്ങൾ തരാറുണ്ടായിരുന്നത്. ഞങ്ങൾ സൈന്യത്തിന് പോകുന്ന സൈനികരായിരുന്നു. ആശ്ര ഭക്ഷണം ഒരു ദിവസം ഒരു കാരക്കയായിരുന്നു, ഒരു ഈത്തപ്പഴമായിരുന്നു. അത് ജീവിക്കാൻ കഴിയുന്നതിനർത്ഥം ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഓവറാണ്. ഒരുപാട് 60 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യൻ കഴിക്കേണ്ടതൊക്കെ 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അറ്റാക്ക് വന്ന് മരിച്ചു പോയി, അജലും കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു ഈത്തപ്പഴമാണ്. ഫകാന യുഅതീനാ ഫിൽ യൗമി തംറ, ഓരോ ദിവസവും ഞാൻ ഈത്തപ്പഴമാണ് നൽകിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര പോയിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് പോയ യാത്രയാണത്. അതായിരുന്നു ഹബീബായ നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും മാതൃക മുഅ്മിനെ. അവർക്ക് കിട്ടാഞ്ഞത് കൊണ്ടല്ല, വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ്. എന്നാൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. ആ ദാരിദ്ര്യവും മുത്തനബി തങ്ങൾ എങ്ങാനും ദുആ ചെയ്യുകയായിരുന്നുവെങ്കിൽ അല്ലാഹു എടുത്തു കളയുമായിരുന്നു. ദാരിദ്ര്യത്തിന് പകരം അല്ലാഹു നബി തങ്ങൾക്ക് ഐശ്വര്യം കൊടുക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ വേണ്ട. സഫ്വാൻ ഇബ്നു സുലൈം തങ്ങൾ പറഞ്ഞ യഅതിയന്ന അലന്നാനുൻ ഹിമ്മതു അഹദിഹിം ബത്നുഹു വദീനുഹു ഹവാ, നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന കാലഘട്ടം നമ്മുടെ ആകെയുള്ള ചിന്ത ഭക്ഷണത്തെ കുറിച്ചാണ്. എന്താണ് നാളെ, എന്താ ഭക്ഷണം കഴിക്കാം. ഒരു വിവാഹത്തിന് പോവാ മുമ്പ്, അതായത് ഹിജ്റയുടെ 7ാമത്തെ വർഷം എന്നാണ് ഖൈബർ യുദ്ധം നടക്കുന്നത്. ലമ്മാ ഫുതിഹത് ഖൈബർ, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണിത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയും, ഖൈബർ അല്ലാഹു നമുക്ക് വിജയമാക്കി തന്നപ്പോ ഖുൽതു, ബീവി പറയുന്നു, ഞാൻ മനസ്സിൽ പറഞ്ഞു പോയി, അൽ ആന നശ്ബഉ, ഇനിയെങ്കിലും നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമല്ലോ. ഖൈബർ അല്ലാഹു നമുക്ക് നൽകിയല്ലോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു. എന്താണ് ഈ വയറ് നിറച്ച് തിന്നാന്ന് പറഞ്ഞെന്നറിയോ? നശ്ബഉ എന്ന് പറഞ്ഞത് എങ്ങനെ ഭക്ഷണം കഴിച്ച് എങ്ങനെ വയറ് നിറയുന്നു? റൊട്ടിയും കറിയും ബിരിയും അല്ല. നമുക്ക് ഈത്തപ്പഴം കഴിച്ചെങ്കിലോ കാരക്ക തിന്നെങ്കിലോ വയറലോ എന്ന് ഖൈബർ യുദ്ധം കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. മുഅ്മിനെ, നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോ, അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോ ഹബീബുനാ റസൂലുള്ളാഹി വിട പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 വർഷം മുമ്പാണ് ഖൈബർ നടക്കുന്നത്. അന്നാണ് ഹബീബായ നബി തങ്ങളുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അൽ ആന നശ്ബഉ മിനത് തംരി, ഇനിയെങ്കിലും വയറ് നിറച്ച് കാരക്കെങ്കിലും തിന്നാമല്ലോ. രാജ്യങ്ങളിൽ നമ്മുടെ മദ്രസയുടെ ആ ഒരു ഫണ്ടിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒരു സ്ലിപ്പ് തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയാണ് നമ്മുടെ മൊത്തം. നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ്? 4000 അടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെയും മറ്റന്നാളും പരിപാടി ഉണ്ട്. എന്ത് ചെയ്യുക, ഒന്ന് എത്ര സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു സ്ഥാപനമല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ നിഅമത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ നാടിനെ അല്ലാഹു സലാമത്താക്കി തരട്ടെ. എല്ലാ അപകടങ്ങളും അല്ലാഹു കാവല് നൽകട്ടെ. നമ്മുടെ ഒരു വിയർപ്പിന്റെ ഒരു അംശം നമ്മുടെ ഈ മദ്രസയിലേക്ക് ഓരോരുത്തരും ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും നമുക്ക് ഒരു വർഷം കൊണ്ട് കൊടുത്താൽ മതി. എത്ര? 1500 രൂപയാണ്. അതെന്ത് ചെയ്യുക, മറക്കാണ്ട് മിനിമം ഒന്നെങ്കിലും, അത് 10, 20, 100 പറ്റുന്നവരൊക്കെ ഉണ്ടാവാം. ഓരോരുത്തരും അവനവന്റെ കഴിവ് അള്ളാഹു തന്ന നിഅമത്തിനനുസരിച്ച് ചെയ്യാം. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. നമ്മുടെ പ്രവർത്തകന്മാരെ കൊണ്ടുവരുന്നുണ്ട്, തോടെ സ്വീകരിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. എല്ലാവരും എണീക്കാൻ പ്രയാസമില്ലാത്തവർ എണീക്കാം, പ്രയാസമുള്ളവർ ഇരുന്നോളൂ.
صلوا على محمد وآله اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم عليه وركزوا اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد بارك وسلم عليه അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ ഹബീബിന്റെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ സ്വലാത്തുകളെല്ലാം ഇവിടെ നിന്ന് പാലമുക്ക് നിന്ന് വഹിച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ റൗദയിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. ഹബീബിന് ഓരോ സ്വലാത്ത് ചൊല്ലിയവരെയും അറിയാൻ കഴിയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബ് മറുപടി പറയും, നമുക്ക് വരാം, നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുകൾ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ പരിപാടി തുടങ്ങി 1.25 മണി. ഇൻഷാ അല്ലാഹ് ഒരു 3/4 മണിക്കൂർ കൂടെ നിങ്ങൾ ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊരു മാറ്റത്തിന് കാരണമാക്കി തരട്ടെ. ഇങ്ങനെയുള്ള ഒരു ചർച്ച ഒരുപക്ഷെ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന അപകടം നമ്മുടെ ഡോക്ടർമാരൊക്കെ എപ്പോഴും ഉണർത്തുന്ന ഒരു വിഷയമാണ്. ഇതൊന്നും വാതിലൊന്നും അങ്ങനെ ആരും പറയുന്നതിൽപ്പെട്ടിട്ടില്ല. എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുക എന്നതിലപ്പുറത്ത് മുഴുവനായും നമ്മൾ ഈ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ചർച്ച എനിക്ക് നമ്മൾ കുറവായിരിക്കും. ഒന്നുമല്ല, അത് പറഞ്ഞു പോയ ഉസ്താന് വരെ പിന്നെ പട്ടിണിയാവും. അപ്പൊ പിന്നെ ഉസ്താന്മാര് പറയാൻ മടിച്ചു പോകും ചിലപ്പോ. അപ്പോ ഇവിടെ പിന്നെ ഭക്ഷണത്തിന്റെ മുമ്പിന്റെ ഭക്ഷണം തന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മുടെ ദീനിന്റെ ഖാദിമീങ്ങൾ ഭക്ഷണം തരുന്നവരെ അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. എപ്പോഴെങ്കിലും ഭക്ഷണം വയറ് നിറക്കുന്നതിന് ഇതൊരു ശീലമാക്കുന്നത്, വയറ് നിറച്ച് തിന്നുന്നത് ഒരു ഹോബിയാക്കുന്നത്. തങ്ങളുടെ സ്വഹാബികളെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒക്കെ മഹാനവറുകൾ കഥ പറയുന്നുണ്ടല്ലോ. വിശന്ന് 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 അല്ലാഹുവിന്റെ റസൂൽ എടുത്ത് നബി തങ്ങളുടെ കൈപിടിച്ച് തങ്ങൾ വീട്ടിലേക്ക് കൊണ്ട് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. തങ്ങൾ കുടിക്കൂ എന്ന് പറഞ്ഞു. നബിയെ ലാ അജിദു ലഹാ മസ്ലക, ഇനി സ്ഥലല്ല നബിയെ. അബൂ ഹുറൈറ ഞാനെന്ന് വയറ് വിശന്ന് 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 മദീനയുടെ തെരുവിൽ ഇങ്ങനെ ഒരൊറ്റ കടത്തം കടന്നു, റോട്ടിലങ്ങോട്ട് കടന്നു. അപ്പോഴാ ശുദ്ധിക്കുന്നവര്, എന്റെ മനസ്സിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ശുദ്ധിക്കുന്നവര് വന്ന് എന്റെ വിശപ്പ് കണ്ടിട്ട് അബൂ ഹുറൈറ ഭക്ഷണം വേണോ എന്നൊരു ചാടി എണീറ്റ് കൂടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. എന്റെ കാര്യം ഇനി ആരോട് പറയും? അങ്ങനെ ഇരിക്കുമ്പോഴാ വരുന്നു അല്ലാഹുവിന്റെ റസൂൽ അതാ കടന്നു വരുന്നു. എന്നെ കണ്ടപ്പോഴേ, എന്റെ മുഖം കണ്ടപ്പോഴേ റസൂലിന് മനസ്സിലായി ഇത് വിശന്നിട്ട് കിടക്കും. അബൂ ഹുറൈറയെ അബൂഹിർ, പൂച്ചയെ ഇഷ്ടമായിരുന്നു എന്ന മഹാൻ. അതുകൊണ്ടാ അബൂ ഹുറൈറ എന്ന് പേര് വരാൻ കാരണം. അവരുടെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ എന്നാണ്. അബൂ ഹുറൈറ തങ്ങളുടെ ശരിയായ പേരതാ അബ്ദുറഹ്മാൻ ഇബ്നു. പക്ഷേ പൂച്ചകളെ വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് നബി തങ്ങൾ പേരിട്ടതാ അബൂ ഹുറൈറ. ഹുറൈറ എന്ന് പറഞ്ഞാൽ ചെറിയ പൂച്ച, ഹിർ എന്ന് പറഞ്ഞാൽ വലിയ പൂച്ച. യാ ബാഹിർ, പൂച്ച വരെ അബൂ ഹുറൈറ എണീക്ക് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു. നബി തങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. നബി തങ്ങളുടെ വീട്ടിൽ കയറിയിരുന്ന സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുക, നോക്കിലൊക്കെ നോക്കി, ഒരു ഭക്ഷണമില്ല, തങ്ങൾക്കും വിശന്നിട്ടുണ്ട്. നബി തങ്ങൾ അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരുന്നു, ഒരു കപ്പ് പാൽ. സ്വാരികൾ ആരോ ഹബീബായ നബി തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു കപ്പ് പാല്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്നേഹത്തോടെ ആ ഹദിയ സ്വീകരിച്ചു. അബൂ ഹുറൈറ തങ്ങൾ വിചാരിച്ചു, നബി തങ്ങൾ എനിക്ക് കുടിക്കാൻ ഇപ്പൊ തരും. വിശന്നിട്ടല്ലേ വരുന്നത്, നബിക്ക് വിശപ്പുണ്ട്, നിങ്ങൾ രണ്ടാളും കുടിച്ചോ? ആ കപ്പിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അബൂ ഹുറൈറ ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക, എന്തേ നബിയേ? വല്ലാത്തൊരു മറുപടി കൊടുത്തു. ഞാനിതാ നബിയേ അങ്ങേക്ക് 2 തവണ ഉത്തരം നൽകിയെന്ന. ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. അബൂ ഹുറൈറ തങ്ങൾ എന്താ വിചാരിച്ചത്? നബി തങ്ങൾ ഈ പാല് കുടിക്കാൻ കൊടുക്കുന്ന. അബൂ ഹുറൈറ നമ്മുടെ പള്ളിയിലെ മുതഅല്ലിമീങ്ങളില്ലേ, സുഫയുടെ അഹ്ലുകാരെന്ന് പറയുന്നവര് ഓരെ വിളിക്കുന്നു പറഞ്ഞു. പടച്ചോനെ, 300 ആളുണ്ട് അവിടെ, വലിയ വലിയ ആളുകളാണ് അന്നത്തെ മുതഅല്ലിമീങ്ങൾ, 300 പേർ. അവരെല്ലാരും വന്നാൽ പിന്നെ എനിക്ക് കുടിക്കാണ്ടാവോ ഈ പാല്? ഈ പാല് 300 ആൾക്ക് കൊടുത്താൽ എന്താ റബ്ബേ?
ഇങ്ങനെ പറഞ്ഞു, മനസ്സിലിങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യാ? പിന്നെ റസൂലില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനല്ലേ, നബി പറഞ്ഞയച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. ചെന്ന് നോക്കി, 300 ആളുകളും വന്നു ഹബീബിന്റെ. എല്ലാവരും കയറാൻ കഴിയില്ല. തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ 10 ആള് വരട്ടെ എന്ന് പറഞ്ഞു. 10 പേര് ആദ്യം 10 പേര് കടന്ന്, അബൂ ഹുറൈറ ഇസ്ഖിഹിം, നിങ്ങൾ കുടിപ്പിക്കും. റബ്ബേ, ഞാനോ വിശന്നിട്ട് എനിക്കിതുവരെ കുടിക്കാൻ കിട്ടിയില്ല. നബി ഞങ്ങൾ പറഞ്ഞു, അവരെ കുടിപ്പിക്കിൻ. ആ ഒരു കപ്പ് പാല് ഞാൻ അവർക്ക് കൊടുക്കിന. പള്ളിയിലെ മുതഅല്ലിമീങ്ങൾ ഓരോരുത്തരും കുടിക്കാൻ തുടങ്ങി. വയറ് നിറച്ചു കുടിച്ചു, പാല് തീരുന്നില്ല. അടുത്ത ആള് കുടിച്ചു, വയറ് നിറച്ചു കുടിച്ചു. എങ്കിലും അത് കുഴപ്പമില്ല. മൂന്നാമത്തെ ആള് 10 ആളും കുടിച്ചു. കപ്പിൽ അങ്ങനെ ആ പാല് ബാക്കിയാണ്. ഹബീബിന്റെ മുഅ്ജിസത്തായിരുന്നു അത്. ഒരുപാട് നടന്നിട്ടുണ്ട്. ഭക്ഷണം വർദ്ധിച്ചു, കുറഞ്ഞില്ല, അങ്ങനെ കൂടി. 300 ആളും കുടിച്ചു പോയി. പാൽ അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. 300 ആൾക്കും ആ ഒരു കപ്പ് പാൽ അങ്ങനെ തന്നെ ബാക്കിയാണ്. അബൂ ഹുറൈറ തങ്ങൾ ആ ഹദീസ് ഭയങ്കര രസകരമായ ഹദീസാണ്. ഫതബസ്സമ റസൂലുള്ളാഹി ഫീ വജ്ഹി, പിന്നെ നബി എനിക്ക് പുഞ്ചിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇനി അടുത്തത് എനിക്ക് തന്നെ ആയിരിക്കും. ഇനി ആരും വിളിക്കാതിരുന്നാൽ മതിയായിരുന്നേനെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. വിശന്നിരിക്കല്ലേ. ബഖീതു അന വ അൻത യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇനി ഞാനും നിങ്ങളും മാത്രമാ ബാക്കിയുള്ളത്. നഅം യാ, അതേ നബിയേ. ഇശ്റബ്, കുടിച്ചോളൂ അബൂ ഹുറൈറ, കുടിക്കിൻ. 300 ആള് ചുണ്ട് വെച്ച് കുടിച്ച കപ്പിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ ഐക്യം, ഈ ഉമ്മത്തിന്റെ സ്നേഹം ഒരു കപ്പ് പാലിലൂടെ നബി തങ്ങൾ ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു കപ്പ് പാല് വിശന്നിരിക്കുന്ന ഹബീബ് ഇതുവരെ വായിലേക്ക് വെച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങൾ കുടിക്കാൻ തുടങ്ങി. അടുത്ത ആൾ വെച്ചു, ഇശ്റബ്, കുടിക്കൂ അബൂ ഹുറൈറ, കുടിക്ക്. രണ്ടാമതെടുത്ത് കുടിച്ചു, വയറ് നിറഞ്ഞോടെ വെച്ചു. ഇശ്റബ്, കുടിക്കിൻ അബൂ ഹുറൈറ, കുടിക്കിൻ. മൂന്നാമത്തെ തവണയും നബി തങ്ങൾ പറഞ്ഞപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ കുടിച്ചല്ലോ. ലാ അജിദു ലഹാ മസ്ലകൻ, ഇനി എനിക്ക് കുടിക്കാൻ അത് കയറാൻ സ്ഥലമില്ല നബിയെ, വയറ് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബിസ്മി ചൊല്ലി ഹബീബായ നബി തങ്ങൾ ആ പാൽ അവസാനമായി കുടിച്ചത് ഹബീബായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറയും, അബൂ ഹുറൈറ തങ്ങളോട് വയറ് നിറക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിറച്ചു കുടിച്ചു, വയറ് നിറഞ്ഞ് ഇനി എന്നെ കൊണ്ട് കഴിയില്ല നബിയേ എന്ന് പറയുന്നത് വരേക്കും ഹബീബായ നബി തങ്ങൾ കുടിച്ചോളൂ അബൂ ഹുറൈറ, ഇശ്റബ് ഇശ്റബ്, മാസാല യഖൂലു ലി ഇശ്റബ്, നബി കുടിക്കെന്ന് പറഞ്ഞ് ഞാൻ അവസാനം എന്നെ കൊണ്ട് കഴിയില്ല നബിയെ എന്ന് പറയുന്നവരെ കുടിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും വയറ് നിറക്കുന്നതിന് വിരോധമില്ല. അതൊരു ശീലമായി കൊണ്ടു നടക്കരുത്. അത് ജീവിതത്തിന്റെ ശൈലിയാവരുത്. ദുശ്ശീലമാണ്. നമ്മൾ അപകടം വരുത്തി വെക്കുകയാണ്, അസുഖങ്ങളെ വിളിച്ചു വരുത്തി. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ആ കാലം, തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 വർഷം മുമ്പാണ്. ലമ്മാ ഫുതിഹത് ഖൈബർ യുദ്ധം നടക്കുമ്പോ ജൂതന്മാരുമായി നബി തങ്ങളുടെ ഒരു യുദ്ധമായിരുന്നു അത്. ഖൈബറിൽ നിന്ന് ഒരുപാട് സമ്പത്ത് കിട്ടിയിരുന്നു. ആ ഒരുപാട് സമ്പത്തും ഈത്തപ്പന തോട്ടങ്ങളുമെല്ലാം ഗനീമത്തായി കിട്ടിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയി, ഇനിയെങ്കിലും വയറ് നിറച്ച് ഈത്തപ്പഴം തിന്നാമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ച കാലമായിരുന്നു ഖൈബറിന്റെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ വീടുകളിൽ എപ്പോഴും ഈത്തപ്പഴം വേണമെന്നാണ്. ഈത്തപ്പഴോ കാരക്കോ 1-2 പീസെങ്കിലും മിനിമം. എന്തേ കാരണം എന്നറിയോ? കാരക്കയോ ഈത്തപ്പഴമോ ഇട്ടുകാര് അവര് വിശക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈതുല്ലാ തംറ ഫീഹി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അന്നൊക്കെ നമ്മുടെ ചെറുപ്പകാലം പോലും, നമ്മുടെ ഉപ്പമാരുടെ കാലം പറയണ്ട, അന്നൊക്കെ ഉണക്ക കാരക്കേ ഉള്ളൂ, ഈത്തപ്പഴം എത്തൂല. ഡയറക്റ്റ് ഷിപ്പിംഗ് ഒന്നും ഇല്ലല്ലോ. ഉണക്കി വെച്ചതേ പിന്നെ ആ നോമ്പാകുന്ന കാലത്ത് വെള്ളം നനച്ച് വേണം. അത് ഒരു ചീന്തക്കല്ലേ കിട്ടുള്ളൂ നോമ്പുറക്കാൻ, അല്ലെ? ഒരു കാരക്കൊക്കെ ഇവിടെ മുഴുവൻ കിട്ടല്, ഒരു ചീന്ത്. ഇന്ന് ഇഷ്ടം പോലെ നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. നമ്മുടെ വീടുകളിൽ കാരക്ക വേണം, ഈത്തപ്പഴം വേണം. ബൈത്തുൻ ലാ തംറ ഫീഹി ജിലുഹു,
കാരക്ക വീട്ടിലില്ലാത്ത വീട്ടുകാര്, ഈത്തപ്പഴം വീട്ടിലില്ലാത്ത വീട്ടുകാര് വിശന്നിരിക്കുന്നവരാണ്, അവിടെ ബറക്കത്തില്ലാതെയാവുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് ബീവി ആഗ്രഹിക്കുന്നത് വയറ് നിറച്ച് റൊട്ടിയോ പത്തിരിയോ ചോറോ കഴിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്, ഇനിയെങ്കിലും വയറ് നിറച്ച് ഈത്തപ്പഴം കഴിക്കാമല്ലോ എന്ന് കൊതിച്ചുപോയ സമയം ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, അതിന് മുമ്പൊന്നും ഞങ്ങൾ അങ്ങനെ കൊതിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാറില്ല, അങ്ങനെ ഞങ്ങൾ കാലമായിരുന്നുവെന്ന് മഹദി റളിയല്ലാഹു തആല അൻഹ. എന്തുകൊണ്ടെന്നാൽ മുഅ്മിനായ മനുഷ്യൻ ഒരാമാശയത്തിലാണ് കഴിക്കുന്നത്, മുനാഫിഖ് 7ലാണ് കഴിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിന്റെ ഒരു മൗലയുണ്ട്, നാഫിഅ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ ഉമർ എന്നവരുടെ ഖാദിമാണ്. മഹാനായ ഇബ്നു ഉമർ ആണെങ്കിലോ ഒരിക്കലും ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ല, ആരെങ്കിലും അതിഥികളെ വേണമെന്ന് പറയും. അങ്ങനെ നാഫി എന്നവരോട് ഒരു ദിവസം പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ ഉമർ എന്നവരെ, ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ പറഞ്ഞു, യാ നാഫിഉ നാഫിഅ ഉത്ലുബ് ലീ മിസ്കീനൻ ഫഖീറൻ ലിയഅകുല മഈ, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാവപ്പെട്ട വല്ലവരും ഉണ്ടോ എന്ന് ചെന്ന് നോക്കണം, മിസ്കീന്മാർ ആരെങ്കിലും ഉണ്ടോ കൂടെ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഒരാളെ കിട്ടി. ഫഅദ്ഖൽതു അലൈഹി മിസ്കീനൻ, ആയ മനുഷ്യനെ കിട്ടി. അങ്ങനെ ഫകാന കുല്ലമാ ഖദ്ദമ ലഹു ഷൈഅൻ അകല, എന്ത് ഇട്ട് കൊടുത്താലും ഇയാൾ കഴിക്കും, എന്ത് വെച്ചു കൊടുത്താലും അയാൾ തിന്നാണ്. അങ്ങനത്തെ ഒരു മിസ്കീനെ കിട്ടിയത്. ഒരു മാനം മര്യാദക്കുണ്ടല്ലോ, മതി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അങ്ങണ്ടല്ലോ നാമൂസ് കാണിക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു മര്യാദ കാണിച്ചിട്ട് പ്ലേറ്റ് കാലിയാക്കി കൊടുക്കുക, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. വിരുന്നേരൊക്കെ വന്ന് ചായൻ്റെ കടയിൽ കൊടുത്താലേ ചിലപ്പോൾ ആ വീട്ടിൽ ആ ഒരു പ്ലേറ്റിൽ കൊടുത്തതേ ഉണ്ടാവുള്ളൂ. ഇത് വർത്താനം പറഞ്ഞിരുന്നത് കുറച്ച് റബ്ബേ, ഇനിയൊരാൾ വന്നാൽ എന്താ കൊടുക്കുക, വീട്ടുകാർ വരെ ബേജാറായി പോകും. ഈ മനുഷ്യനെല്ലാം കഴിച്ചു. കുല്ലമാ ഖദ്ദമ ലഹു ഷൈഅൻ അകല, എന്ത് കൊടുത്താലും അയാൾ കഴിക്കുകയാണ്. ഇബ്നു ഉമർ തങ്ങളാണെങ്കിലോ ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കൂ. അങ്ങനത്തെ മഹാൻ തന്നെ പറഞ്ഞു പോയി. ഭക്ഷണം കഴിച്ച് ഇയാൾ പോയപ്പോ, നാഫിഅ നാഫിഅ, ഇങ്ങനത്തെ ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവരരുതേ, ലാ യദ്ഖുൽ അലയ്യ ഹാദാ മറത്തൻ ഉഖ്റാ, ഇങ്ങനെ തിന്നുന്ന ഒരാളെ ഇനി എൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. എന്തുകൊണ്ടെന്നാൽ സമിഅ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അൽ മുഅ്മിനു യഅകുലു ബിമിഅൻ വാഹിദ്, മുഅ്മിനായ മനുഷ്യൻ ഒരാമാശയത്തിലാ തിന്നുന്നത്. വൽ ഫാജിറു യഅകുലു ഫീ സബ്അതി അംആ, തമ്മാടികളായ ആളുകളാണ് 7 വയറ് കൊണ്ട് തിന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തിന്നുന്ന ആളെ എനിക്ക് അതിഥിയായി കൊണ്ടുവരരുതേ. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണങ്ങൾ ഞാൻ അയാളിൽ കാണുന്നില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ആ മഹാനെങ്കിലും നമ്മളൊക്കെ കല്യാണപ്പന്തലിൽ നമ്മളൊക്കെ തിന്നുന്ന തീറ്റ കണ്ടാൽ മുഅ്മിന്റെ ലക്ഷണം നമ്മിലൊക്കെ ഉണ്ടാവോ? സുബ്ഹാനല്ലാഹ്. ആ ഒരു നേരത്തെ ഭക്ഷണം കണ്ടിട്ടാ ഇങ്ങനത്തെ ആളെ ഇനി കൊണ്ടുവരരുതേ. മുത്തുനബി തങ്ങൾ പറഞ്ഞത്, മുഅ്മിനായ മനുഷ്യൻ കുറച്ചല്ലേ കഴിക്കൂ, ഇയാൾ എന്ത് കഴിക്കലായി കഴിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾക്ക് കുടവയറ് ചാടിയ ആളുകളെ ഇഷ്ടമല്ലായിരുന്നു. വയറ് അങ്ങനെ ഉണ്ടായിപ്പോയാല് പൂർക്കുക. തിന്നിട്ടുണ്ടാക്കുന്നവരെ പറ്റി പറയണത്. ഒരു ഭക്ഷണം കഴിക്കാണ്ട് വയറ് ചാടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചിലർക്ക് അസുഖമുണ്ട്, ചിലരുണ്ട് വെറുതെ തടി വെക്കുക എന്ന് പറയില്ലേ, എന്ത് കഴിച്ചാൽ തടി വെക്കണം. നബി തങ്ങൾക്ക് ഈ വയറ് ചാടുന്നത് ഇഷ്ടമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബ്, എന്താ മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റആ റജുലൻ അദീമൽ ബത്നി, വലിയ ഒരാളെ കാണുകയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅദത്തുൽ ജുശമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഹബീബായ നബി തങ്ങൾ കണ്ടപ്പോ ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ബിയദിഹി ഇലാ ബത്നി, ആ മനുഷ്യന്റെ കുടവയറ് പറഞ്ഞില്ലേ, പൈസയുടെ എന്താ പറയാ, കാശിന്റെ പൈസയുടെ വയറാണെന്നോ അങ്ങനെ അഭിമാനം പറയും, വയറൊക്കെ ഒഴിഞ്ഞിട്ട്. മുഅ്മിനായ മനുഷ്യന് കുടവയറ് പാടില്ലത്രേ.
ആ മനുഷ്യന്റെ വയറിൽ നബി തങ്ങളുടെ വിരൽ കൊണ്ട് കുത്തിയിട്ട് പറഞ്ഞു, ലൗ കാന ഹാദാ ഫീ ഗൈരി ഹാദാ ലകാന അഹ്സന. ഏ മനുഷ്യ, ഈ ഇങ്ങനെ ഇവിടെ നിറഞ്ഞു തൂങ്ങി നിൽക്കുന്നതിന് പകരം ഇത് വേറെ വല്ലയിടത്തുമായിരുന്നെങ്കിൽ നിന്റെ ഈമാനിലും നിന്റെ ബുദ്ധിയിലും നിന്റെ ചിന്തയിലുമാണ് ഇങ്ങനെ അമിതമായി, അതെത്ര നന്നായിരുന്നു. ഈ വയറാണോ നീ വല്ല കാര്യമായിട്ട് എഴുന്നള്ളിച്ചിരിക്കുന്നത് എന്ന് നബി ചോദിച്ചു അത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയറ് എഴുന്നള്ളിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ കാന ഹാദാ ഫീ ഗൈരി ഹാദാ ലകാന അഹ്സൻ എന്ന് പറഞ്ഞാൽ ആരുടെയോ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇവൻ തിന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഈ വയറ് തടിച്ചു വരുന്നതിന് മാത്രം തിന്നതിനൊക്കെ പകരം മറ്റുള്ളവർക്ക് കൊടുക്കാമായിരുന്നെങ്കിൽ മറ്റുള്ളവരെ തീറ്റിപ്പിക്കാമായിരുന്നില്ലേ എന്നാ നബി തങ്ങൾ ഉദ്ദേശിച്ചത് എന്നും ഈ ഹദീസിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് മഹാന്മാർ. സുബ്ഹാനല്ലാഹ്, തങ്ങൾക്കത് ഇഷ്ടമായില്ല. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, തൗറാത്തിലൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത കിതാബിലുണ്ട്, ഇന്നല്ലാഹ യുബ്ഗിദുൽ ഹബ്റസ്സമീൻ. തടിച്ച മുസ്ലിയാക്കന്മാരെ അല്ലാഹു ഇഷ്ടമല്ല. ഭയങ്കര തടിയുള്ള ഉസ്താദുമാർ, ഹബ്റുൽ പണ്ഡിതന്മാര്, ഭയങ്കര തടിയന്മാർ, ആജാനുബാഹുക്കളായ അല്ലേ, ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, തലയിക്കെട്ടും കെട്ടക്കണ കണ്ട റഹ്മാനായ റബ്ബെ ആജാനുബാഹുക്കളായ മനുഷ്യന്മാരുണ്ടാവും. എന്നിട്ട് അങ്ങനെ സിനിമാ സ്റ്റൈലൊക്കെ ഇങ്ങനെ ബുർദക്കണ പാടിയിട്ട് സുബ്ഹാനല്ലാഹ് തിന്നലിൻ്റെ പരിപാടി. എന്നിട്ട് ഇങ്ങോട്ട് പല പല മനുഷ്യന്മാർക്ക് ജവാബും ചൊല്ലാൻ കഴിയില്ല, കബൂലും ചൊല്ലാൻ പറ്റൂല, അവർക്ക് അങ്ങനെ ചൊല്ലാം, ഇടങ്ങേറാക്കുക. ഹബീബിൻ്റെ ആ ഒരു മനോഹരമായ മൗലിദിൻ്റെ വചനങ്ങളൊക്കെ എന്ത് രസത്തിൽ ചൊല്ലാൻ പറ്റും. ആ സരളമായ പഴയ ശൈലി എന്ത് രസമാണ് അങ്ങനെ ചൊല്ലാൻ അല്ലേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ആടി ഇതങ്ങോട്ട് മാറ്റി മറിച്ച് സുബ്ഹാനല്ലാഹ് 2 സ്റ്റെപ്പിന് പോയാൽ പിന്നെ വേറെ ശൈലി, അത് കഴിയുമ്പോഴേക്കും വേറെ 4 ശൈലി. വലിയ ആജാനുബാഹുക്കളായിട്ട് തിന്നു കൊഴുത്തു നിൽക്കുന്ന ആളുകൾ. ഇന്നല്ലാഹ, അല്ലാഹുവിന് ഇവരോട് ദേഷ്യമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. തടിയന്മാരായ പണ്ഡിതന്മാർ, അൽ ഹബ്ർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ ഇങ്ങനെ തിന്ന് തടിക്കേണ്ട ആളുകളല്ല. അവർ മാതൃക കാണിക്കേണ്ടവരാണ് ആളുകൾക്ക്. പക്ഷേ അവരാണെങ്കിലോ ഭയങ്കരമായ തടിയന്മാരായി തടിയന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ തൗറാത്തിലുണ്ടെന്ന് തങ്ങൾ പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്തിന്റെ പണ്ഡിതനുണ്ടായിരുന്നു മാലിക് ഇബ്നു സ്വൈഫ് ജൂതനെ കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, മാലിക്കേ ഉൻഷിദുകല്ലാഹ്, അള്ളാഹനെ വിചാരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ഹൽ ഖറഅത ഫി തൗറാത്ത്, തൗറാത്തിലുണ്ടോ, നീ വായിച്ചിട്ടുണ്ടോ തൗറാത്ത്? ഇന്നല്ലാഹ യക്റഹുൽ ഹബ്റസ്സമീൻ, തടിയനായ പണ്ഡിതനെ അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് തൗറാത്തിൽ പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മാലിക് ഇബ്നു സ്വൈഫ് പറഞ്ഞു, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അങ്ങനെ ഒരു സംഭവം ഒന്നും അള്ളാഹുവിന്റെ കിതാബിൽ ഇറക്കിയിട്ടില്ല, അങ്ങനെ ഒരു കിതാബും ഇല്ല എന്ന് പറഞ്ഞു. മാലിക് ഇബ്നു സ്വൈഫ് എന്ന് പറഞ്ഞ ദുഷ്ടനായ അപ്പൊരായത്തിറങ്ങി സൂറത്തുൽ അൻആമിൽ 91ാമത്തെ ആയത്തിറങ്ങാൻ കാരണം തടിയുള്ള ആളുകളെ, തടിയന്മാരായ പണ്ഡിതന്മാരെ അള്ളാഹുവിന്റെ വെറുപ്പാണെന്ന് മൂസ നബിയുടെ കിതാബിൽ ഇല്ലേ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ അയാൾ നിഷേധിച്ചു. അങ്ങനെ ഒന്നും അല്ലാഹ് ഇറക്കിയിട്ടില്ലല്ലോ, പിന്നെന്ത് എന്ന് പറഞ്ഞു. അപ്പോഴായിത്തിറങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون وما قدر الله حق قدره അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം അവരാരും മനസ്സിലാക്കിയില്ലല്ലോ. അവർ പറയുന്നു, ഇദ് ഖാലു മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇൻ,
ഒരു മനുഷ്യനും അല്ലാഹു ഒരു കിതാബും ഇറക്കിയിട്ടില്ലെന്ന് പറഞ്ഞ ആള് ഖുൽ ചോദിക്കൂ നബിയേ മൻ അൻസലൽ കിതാബല്ലദീ ജാഅ ബിഹി മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന പ്രകാശവും സന്മാർഗവുമായ ഗ്രന്ഥം അത് ആരിറക്കിയതാ? പിന്നെ ചോദിക്കൂ നബിയേ. കടലാസുകളിലായി രേഖപ്പെടുത്തിയിട്ട് അത് മറച്ചു വെക്കുകയും ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഇഷ്ടമില്ലാതെ പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്ന ആളുകളോട് പറയണേ, ആരാ മൂസ നബിക്ക് കിതാബ് ഇറക്കിയത്? ഖുലില്ലാഹ്, അത് അല്ലാഹു അല്ലേ എന്ന് ചോദിക്കൂ നബിയേ. മാലിക് ഇബ്നു സ്വൈഫ് മുത്തുനബി തങ്ങളുടെ ചോദ്യത്തിന് നിഷേധം പറഞ്ഞപ്പോ അല്ലാഹു ഇറക്കിയ ആയത്താണിത്. അങ്ങനെയല്ലേ തൗറാത്തിൽ ഇന്നല്ലാഹ യക്റഹുൽ ഹബ്റസ്സമീൻ. മഹാന്മാര് പറയുമായിരുന്നു, മുൻഗാമികളായ ആളുകൾ ലയുഅയ്യറു ഫിൽ അസ്റിൽ അവ്വലി ബിൽ ബത്ന കമാ യുഅയ്യറു ബിദ്ദംബ്. ഒരാൾ വല്ല കള്ളുകുടിയോ വ്യഭിചരിക്കുകയോ ചെയ്തിട്ട് നാണം കെട്ടുപോകുന്ന പോലെ വയറ് നിറച്ച് തിന്നാൽ നാണം കെട്ടുപോകുമായിരുന്നു നമ്മുടെ മുൻഗാമികളിൽ. പഴയ കാലത്തൊക്കെ വയറ് നിറച്ച് തിന്നൊരു ഏമ്പക്കം വിട്ടാൽ വലിയ തെറ്റ് ചെയ്ത പോലെയായിരുന്നു എന്ന് സുബ്ഹാനല്ലാഹ് സലമത്ത് ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാം. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ. അന്ന് വലിയ തെറ്റ് ചെയ്ത പോലെയായിരുന്നു വയറ് നിറച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർക്ക് ഒട്ടും ഭൂഷണമല്ല, സാധാരണക്കാർക്ക് അത് കരണീയവുമല്ല. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഒരാൾ ഏമ്പക്കം വിട്ടൊരു കഥയുണ്ട്. വയറ് നിറച്ച് തിന്നുമ്പോഴാണല്ലോ അങ്ങനെ ഉണ്ടാവുക. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ വന്നുപോയാൽ വായ പൊത്തിപ്പിടിച്ചതിന്റെ വാസന പോലും ആർക്കും വരാതെ മറച്ചു പിടിക്കണം എന്നാണ്. ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ വയറ് തുറന്നു പിടിച്ചിട്ട് ചിലരൊക്കെ ഏമ്പൊക്കെ ഒരു മ്യൂസിക് 1 മിനിറ്റ് വരെയൊക്കെ നീണ്ടുക്കും. സുബ്ഹാനല്ലാഹ്, പല പല സൗണ്ടൊക്കെ ഇട്ടിട്ട് അത് വലിയ സംഭവമാണ്. ചെയ്യാൻ പാടില്ല, മോശമാണ്. അറബികളെ മുമ്പിലൊക്കെ ചെയ്താൽ അടി കിട്ടും. ചിലപ്പോൾ നമ്മൾ തുപ്പുന്നതുണ്ടല്ലോ, ആളെ മുമ്പിൽ ഹാ എന്ന് പറഞ്ഞ് തുപ്പുക, ജനലിൻ്റെ ഉള്ളിൽ കൂടെ തുപ്പുന്നത്. മനുഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് തുപ്പാൻ പാടില്ല. തുപ്പൽ ആരും വല്ല വാഷ് ബേസിനോ വെള്ളമുള്ളടുത്ത് ഒഴുക്കിക്കളയാവുന്ന സ്ഥലത്ത്. നമ്മൾ റോട്ടിലും തുപ്പും. നമ്മുടെ റമളാനിലൊക്കെ ബക്കറ്റ് മണൽ നിറച്ച് വെച്ചുകൊണ്ട് ഫയർഫോഴ്സിനൊക്കെ വെച്ച പോലെ തുപ്പിയിട്ട് ഇങ്ങോട്ട് നിറക്കല്ലേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു വൃത്തികേട്, എന്തൊരു ആഭാസം. അതിൽ കാർക്കിച്ച് തുപ്പിയത്, കഫൻ തുപ്പിക്കളഞ്ഞത്. യാ അല്ലാഹ്, ഒരപ്പം ചൂടാൻ മാത്രം ആയിട്ടുണ്ടാവും. എന്നിട്ടും പിന്നെ തുപ്പിക്കളിക്കന്നെ. നോമ്പ് തോറ്റാൽ പിന്നെ തുപ്പിക്കളിക്കുക. റോട്ടിലും തുപ്പല്, വീട്ടിലും തുപ്പല്, ആകെ തുപ്പല്, തുപ്പിക്കളിക്കുക പാടില്ല. നമ്മൾ ചെയ്യരുത്. ഒരു സംസ്കാരമാണത്. നമ്മളത് ശീലമാക്കണം. നമ്മൾ തുപ്പേണ്ടത് ഇടത് ഭാഗത്ത്, അതും വല്ല വാഷ് ബേസിനോ വെള്ളമോ കഴുകിക്കളയാൻ സൗകര്യമുള്ളിടത്ത്. അങ്ങനെ ആരെങ്കിലും തുപ്പിക്കളഞ്ഞാൽ ഫകഫാറതുഹാ ദഫനുഹാ. തുപ്പല് ഇങ്ങനെ ആളുകൾ കാണുന്ന വിധത്തിൽ തുപ്പിക്കളിച്ചു പോകരുത്. തുപ്പിക്കഴിഞ്ഞാൽ അതിന്റെ പ്രായശ്ചിത്തം അത് മൂടലാണ്. അന്നത്തെ പള്ളികളിൽ അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. പള്ളികളെന്ന് മുസൈക്കിട്ട പള്ളികളല്ല, മണലാണ്. തുപ്പലായി പോയാൽ അത് മൂടിക്കളയണമെന്നാണ് നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയ ഗൗരവമാണ് ഏമ്പക്കം വിടുന്നത്. ജഷ എന്ന അതിന് അറബിയിൽ പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ തജശഅ റജുലുൻ ഫീ മജ്ലിസിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അമിതമായ ഭക്ഷണം കഴിച്ച ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ വന്ന് ഏമ്പക്കം വിട്ടു. ബേപ്പ് വിടുക എന്ന് പറയില്ലേ, ഏമ്പക്കം വിട്ടു. തജശഅ റജുലുൻ, ആരാണ് മനുഷ്യൻ എന്നയുടെ പേര് വരെ പറയുന്നുണ്ട്. മഹാനായ വഹബ് ഇബ്നു അബ്ദുല്ലാഹി സവായി റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്രേ. അത് വഹബ് ഇബ്നു അബ്ദുല്ലാഹി സവായി തങ്ങളാണ് എമ്പക്കം വിട്ടതത്രേ. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ കേട്ടപാടെ പറഞ്ഞു, യാ ഹാദാ. ഹബീബിന്റെ മജ്ലിസാണ്. ഒരാൾ ഭക്ഷണം വയറ് നിറച്ച് തിന്നിട്ട് അങ്ങ് വന്നതാണ്. യാ ഹാദാ കുഫ അന്നാ ജുശാഅക. നിങ്ങളുടെ ഏമ്പക്കം വിടലൊന്ന് നിർത്തുമോ, ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു തങ്ങള്. അതിന്റെ അർത്ഥം എന്താ? നമ്മളൊന്നത് ചെയ്യാൻ പാടില്ല. ഒരു സദസ്സിൽ പ്രത്യേകിച്ചും ചെയ്യരുത്. ജുമാക്ക് വന്നിരുന്നിട്ടോ അല്ലെങ്കിൽ ജുമാക്ക് ശേഷം ഒരു മജ്ലിസുൻ നൂർ നടക്കാൻ, ഒരു മൗലിദിന്റെ സദസ്സ് നടക്കാൻ, ഒരു ഖുർആൻ ഒരു ഫാത്തിഹ ഓതി ദുആ ഇരക്കുന്ന സദസ്സാണ്. ഏമ്പക്കം വിടരുത്. പൊട്ടിപ്പിടിക്കണം, അത് കടിച്ചു പിടിക്കണം. യാ ഹാദാ, എടോ, അതിന്റെ വാക്യർത്ഥം അതാ. യാ ഹാദാ, ഏ മനുഷ്യ. തങ്ങൾക്കത് വിളിക്കണത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയായത് കൊണ്ടാണ് ആ ചെയ്തത്. കുഫ അന്നാ ജുശാഅക. നിന്റെ ഏമ്പക്കം വിടൽ നീ ഒന്ന് നിർത്തുമോ?
فإن أكثركم شبعا في هذه الحياة أطولكم جوعا يوم القيامة. ഈ ദുനിയാവിൽ വയറ് നിറച്ച് തിന്നുന്ന ആളുകളാണ് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശന്ന് തകർന്നു പോകുന്നത് ഈ ലോകത്ത് വയറ് നിറച്ച് തിന്ന് എമ്പക്കം വിട്ട ആളുകളാണ്. അവർക്ക് നാളെ പരലോകത്ത് സഹിക്കാൻ പറ്റാത്ത വിശപ്പായിരിക്കും. അതുകൊണ്ട് നീ നിർത്തുന്നുണ്ടോ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹദീസ് സുനൻ തുർമുദിയിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്, ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വഹീഹായ സനദോടുകൂടെ. കുഫ അന്നാ ജുശാഅക് വഹബ് ഇബ്നു അബ്ദുല്ലാഹി സവാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, അക്കൽതു ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു. ثم جئت الى مجلس النبي ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിലേക്ക് വന്നു. فتجشأت അങ്ങനെ ഞാൻ എമ്പക്കം വിട്ടു. قال كف عنا جشاءك നീ നിർത്തുന്നുണ്ടോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. നിന്റെ എമ്പക്കം നിർത്തണേ. എന്നിട്ട് ഹബീബ് പറഞ്ഞു فإن أكثركم شبعا في هذه الحياة ഈ ലോകത്ത് വയറ് നിറച്ച് തിന്നവരാണ് أطولكم جوعا عند الله يوم القيامة നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിശക്കുന്നവരെ ഈ ലോകത്ത് വയറ് നിറച്ച് തിന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്നത് ആരോട്? വഹബ് ഇബ്നു അബ്ദുല്ലാഹി സവാഇ റളിയല്ലാഹു അൻഹുവിനോട്. ആ മഹാൻ പിന്നെ 30 കൊല്ലമാണ് ജീവിച്ചത്. ആ 30 വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും വയറ് നിറച്ചിട്ടില്ല. മഹാൻ പറയുമായിരുന്നു, വല്ലാഹി മാ ശബഅതു ബഅദ ദാലിക മിൻ 30 സന. എന്നോട് അല്ലാഹുവിന്റെ റസൂൽ ഏമ്പക്കം നിർത്തണേ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വയറ് നിറച്ച് തിന്നിട്ടില്ല. 30 വർഷക്കാലം മഹാൻ അവരുടെ ജീവിതകാലത്തിന്റെ അവസാന കാലത്ത് പറയുമായിരുന്നു, ഞാൻ ഒരു ദിവസം ഒരു നേരമേ ഭക്ഷണം കഴിക്കൂ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രി ഭക്ഷണമില്ല, രാത്രി കഴിച്ചാൽ പിറ്റേന്ന് ഉച്ചക്കില്ല. ഞാൻ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് മഹാനായ വഹബ് ഇബ്നു അബ്ദുല്ലാഹി സവാഇ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് മഹാനായ വഹബ് തങ്ങൾ അലി തങ്ങൾ വിളിക്കുക വഹബുൽ ഖൈർ. വഹബുൽ ഖൈർ നന്മയുടെ ദാനമേ. വഹബ് എന്ന് പറഞ്ഞ ദാനമെന്നാണ്. വഹബുൽ ഖൈർ നന്മയുടെ ദാനമേ എന്ന് അലി തങ്ങൾ വിളിക്കും. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂഫയിലെ പോലീസുകാരുടെ മേധാവിയായിരുന്നു മഹാനായ വഹബ് ഇബ്നു അബ്ദുല്ലാഹി സവാഇ റളിയല്ലാഹു അൻഹു. അലി തങ്ങളുടെ ആസ്ഥാനം, ഭരണത്തിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം കൂഫയായിരുന്നു, ഇറാഖിലെ കൂഫയിലെ പോലീസ് മേധാവിയായിരുന്നു. ഈ വയറ് നിറക്കാതെ പിന്നെ 30 കൊല്ലം ജീവിച്ചു എന്ന് പറഞ്ഞ വഹബ് ഇബ്നു അബ്ദുല്ലാഹി സവാഇ തങ്ങൾ അന്നത്തെ വലിയ പോലീസ് ഓഫീസറാണ്, പോലീസുകാരുടെ നേതാവായിരുന്നു അലി തങ്ങളുടെ കാലത്തെ. തങ്ങൾ അന്നാ പറഞ്ഞതാണ്, ഭക്ഷണം നിറച്ചിട്ടില്ല വയറിൽ. ഇന്ന അഹ്ല ശബഇ ഫി ദുനിയാ ഹും അഹ്ലുൽ ജൂഇ ഗദൻ യൗമൽ ഖിയാമ. അതുകൊണ്ട് അസുഖങ്ങളും ഒരുപാട് പ്രയാസങ്ങളും നമ്മൾ വിളിച്ചു വരുത്തുന്ന വയറ് നിറച്ചുള്ള പരിപാടി മുസ്ലിം ഉമ്മത്ത് നിർത്തിവെക്കണം. എന്തുകൊണ്ട്? ഹബീബിന്റെ ചര്യക്കെതിരായതുകൊണ്ട്. മിനിമം ഭക്ഷണമേ നമുക്ക് ആവശ്യമുള്ളൂ. എത്ര ധൂർത്ത് നമുക്ക് ഒഴിവാക്കാം, എത്ര അനാരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ആശുപത്രിയിലേക്ക് പോകുന്ന എത്ര കാശ് നമുക്ക് നല്ല മാർഗങ്ങളിൽ ചെലവഴിക്കാൻ കഴിയും. നമ്മൾ വിളിച്ചു വരുത്തുകയാണ്, അനാരോഗ്യം വിളിച്ചു വരുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, സൂമൂ തസ്ഹു. നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കണേ, ഫർള് നോമ്പെടുക്കണേ, സുന്നത്ത് നോമ്പ് പതിവാക്കണേ. തസ്ഹു, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. സൂമൂ തസ്ഹു, നിങ്ങൾ നോമ്പെടുക്കണേ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത്, വ്യാഴാഴ്ച നോമ്പ് സുന്നത്ത്, അയ്യാമുൽ ബീദിൽ സുന്നത്ത്, 13, 14, 15 അറബ് മാസത്തെ ദിവസങ്ങളുടെ പകലുകൾ നോമ്പെടുക്കൽ സുന്നത്ത്. എത്രയോ സുന്നത്ത് നോമ്പുകൾ. സൂമൂ തസ്ഹു, നിങ്ങൾ നോമ്പെടുക്കണേ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹ്. മദീനയിലേക്ക് കടന്നു വന്ന റോമക്കാരുടെ ഡോക്ടർമാര് മദീനക്കാരുടെ ആരോഗ്യം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. മദീനയിൽ അസുഖമുള്ളവരാരുമില്ല. അവര് ഹബീബായ നബി തങ്ങളോട് വന്ന് ചോദിച്ചു, വല്ലോ നബിയേ, ഈ മദീനയിൽ ഞങ്ങൾ അസുഖം കാണുന്നില്ലല്ലോ, മദീനക്കാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ്? നമ്മൾ ചെവി തുറന്ന് കേൾക്കുക. ഇത് വല്ലാത്തൊരു അത്ഭുതമുള്ള സംഭവമാണ്. ഒരുപറ്റം ഡോക്ടർമാർ
റോമൻ ഭരണാധികാരിയുടെ പ്രതിനിധികളായ ഡോക്ടർമാര് മദീനയിലേക്ക് വരുന്നു. മദീനയിൽ രോഗം കാണുന്നില്ല, രോഗികളില്ല. ഇന്ന് ഏറ്റവും വലിയ ബിസിനസ് ഹോസ്പിറ്റൽ ബിസിനസ്സാണ് അല്ലേ? എല്ലാ ഹോസ്പിറ്റലിലും നിറയെ രോഗികളാണ്, നിറയെ രോഗികൾ. അതിലധികവും നമ്മുടെ കൗമിൽപ്പെട്ട ആളുകൾ അല്ലേ, തിന്ന് അസുഖം വരുത്തിയ ആളുകൾ. തങ്ങളുടെ മദീനയിൽ വന്നിട്ട് എന്താണ് മദീനയിൽ അസുഖമില്ലാതിരിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ്. ഞങ്ങൾ വിശക്കുമ്പോഴേ തിന്നു. ഞങ്ങൾ അങ്ങനത്തെവരാണ്, വിശന്നിട്ടേ കഴിക്കാൻ പോവാ. വിശക്കാൻ നമ്മൾ ഈ കല്യാണത്തിന് അവിടെ നിന്ന് കഴിക്കും, അടുത്ത കല്യാണത്തിന് അവിടെ, പിന്നെ ഇവിടെ ഒരു മുടികളിച്ചല അവിടെ നിന്ന് കയറും, ഇവിടെ ഒരു പള്ള കാണല അവിടെ നിന്ന് കയറും, അവിടെ ഒരു കുടിരിക്കല അവിടെയും എല്ലായിടത്തും തിന്നാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കഴിച്ച് വരികയാണ്, പിന്നെയും കഴിക്കും. അവിടുത്തെ പോയിട്ട് പറയുമ്പോൾ രണ്ടിടത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്, പിന്നെയും കഴിക്കും. എന്നാൽ കഴിക്കാണ്ടിരുന്നാൽ പോരെ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, വീട്ടുകാർക്ക് മനസ്സിലാക്കുക, നാട്ടുകാർ മനസ്സിലാക്കുക. മുമ്പൊക്കെ അമ്മായിമാര് ഭക്ഷണം നൽകിയിട്ട് പുതിയാപ്പിളാരെ കൊല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? നെയ്യ് വറുത്തിട്ട് കൊടുക്കുന്ന പുതിയാപ്പിളിന്റെ തടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. ഇന്നത് കൊല്ലുന്നതിന് തുല്യമാണ്, മനുഷ്യരെ ഉപദ്രവിക്കലാണത്. ഭക്ഷണം നെയ്യും ഫാറ്റും കൊടുത്തിട്ട് മനുഷ്യരെ നശിപ്പിക്കുകയാണ്. മിതമായ ഭക്ഷണം അത്രേ വേണ്ടൂ. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു ഒരൊറ്റ മറുപടി, രണ്ട് വാക്കാ പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾ വിശന്നാലേ കഴിക്കൂ. ഞങ്ങൾ തിന്നാലോ വയറ് നിറച്ച് തിന്നൂല്ല. അതുകൊണ്ടാണ് മദീനയിൽ അസുഖമില്ലാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ഞങ്ങൾ വിശക്കുമ്പോഴേ തിന്നു, തിന്നുമ്പോ വയറ് നിറക്കൂല. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരുപാട് ആരോഗ്യവും ആഫിയത്തിലും ജീവിക്കാൻ പറ്റും. ഒരുപാട് നമ്മൾ വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളെ ഒഴിവാക്കി വിടാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശക്കുമ്പോ കഴിക്കുക, കഴിക്കുമ്പോ വയറ് നിറക്കാണ്ടിരിക്കുക. ഇതാണത്രേ ആരോഗ്യത്തിന്റെ രഹസ്യം. ഇന്ന് ഇതൊക്കെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുകയാണ്. ഭക്ഷണ രീതി നമുക്ക് കേരളക്കാർക്കാണ് തീരെ അറിയാത്തത്. ഭക്ഷണം എന്തൊക്കെ തിന്നണം, സലാഡ് കഴിക്കൂല, നമ്മൾ വെജിറ്റബിൾ കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കുക. അതൊക്കെ റമദാനിന് കിട്ടിയെങ്കിലായി. വെറും അരിയും ഇറച്ചിയും കഴിക്കുക. ഇപ്പൊ വയനാട് എന്തെല്ലാം കൃഷിയുള്ള നാടാണ്. വയനാട്ടിലത്തെ ഏറ്റവും നല്ല സാധനം എന്താണെന്ന് ചോദിച്ചാൽ പോത്തർച്ചി എന്നപ്പോ പറയണത്. എത്രയെല്ലാം സാധനം കിട്ടുന്ന നാടായിരുന്നു ഇത്. ഇവിടുത്തെ തേയിലയും ഇവിടുത്തെ കാപ്പിയും ഇവിടുത്തെ പച്ചക്കറികളും അതൊക്കെ മായല്ലാത്തൊരു നല്ല സാധനം കിട്ടുകയാണെങ്കിൽ ഇറച്ചി തന്നെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ മാറ്റായി പോയി. അങ്ങനെ ആയിരുന്നോ വേണ്ടിയിരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ വടിപിടിച്ചു നിൽക്കുന്ന 2 ദിവസം തുടർച്ചയായി ഇറച്ചി വാങ്ങാൻ വന്നവൻ അടിക്കും ഉമർ എന്നവര്. സുബൈർ തങ്ങളുടെ സൂക്കുണ്ടായിരുന്നു മദീനയിൽ, സൂക്ക് സുബൈർ തങ്ങളുടെ പേരിൽ മാർക്കറ്റ് ഉണ്ട്. അവിടെ വടി പിടിച്ചെങ്കിൽ നിൽക്കും. ഇന്നലെ മാംസം വാങ്ങിച്ചവൻ രണ്ടാമത് വരികയാണെങ്കിൽ ഉമർ തങ്ങളെ കണ്ട ഓടുന്നു. ഉമർ തങ്ങൾ പറയും, മദ്യത്തിനൊരു ആസക്തിയുള്ള പോലെ മാംസത്തിനൊരു ആസക്തിയുണ്ട്. എന്നും തിന്നുകയാണോന്ന്? കള്ളുടിക്കാതിന് കള്ളു കിട്ടാണ്ടിരുന്ന പ്രയാസം വരുന്ന പോലെ മാംസം ശീലിച്ചു കഴിഞ്ഞാൽ അത് എന്നും വേണമെന്ന് തോന്നും. തിന്നാൻ പാടില്ല, ആവശ്യത്തിന് മതി പോന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നു മൃതങ്ങൾ. മാർക്കറ്റിൽ വെടിപിടിച്ച് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര ആൾക്ക് അടി കിട്ടും നമ്മുടെ മാർക്കറ്റിലൊക്കെ മൃതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ദീനാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ വെറും നോമ്പിനെ പറ്റിയും നിസ്കാരത്തെ കുറിച്ചുള്ള വേള് അതല്ല, ഇതൊക്കെ ദീനാണ്. ഇതൊക്കെ നമ്മുടെ ദീനാണ്. ഇസ്ലാം ഇവിടൊക്കെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ഭക്ഷണിക്കുന്നത് ഇഷ്ടമാണ്. എപ്പോ? ആ ഭക്ഷണത്തിന്റെ മേൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുകയും അത് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്ത് മിതമായ ഭക്ഷണം അല്ലാഹുക്ക് ശുക്ർ ചെയ്ത് കഴിക്കുന്നത് റബ്ബിന് ഇഷ്ടമാണ്. അത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിക്ർ ചൊല്ലുക, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ. ഒരു ദുആ അങ്ങനെയാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ. പടച്ചവനെ, എൻ്റെ വലിയൊരു അധ്വാനമോ ഒന്നുമേ ഇല്ലാതെ എനിക്ക് ഭക്ഷണം തന്നവനെ നിനക്ക് സ്തുതി അല്ലാഹ്. നമ്മൾ അല്ലാഹുക്ക് ദിക്ർ ചൊല്ലണം. അപ്പൊ അത് കൂലിയാണ്. നമ്മുടെ നിയ്യത്ത് ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടി. അപ്പൊ ആ ഭക്ഷണം കഴിച്ചതിനും കൂലിയായി. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഉഗ്സൂ തഗ്നമു വസൂമു തസ്വിഹു വസൂ തസ്തഗ്നു. ഇത് പ്രവാസികൾക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഹദീസാണ്. ഉഗ്സൂ തഗ്നമു. അന്നൊക്കെ യുദ്ധങ്ങളുണ്ട്.
ആ യുദ്ധങ്ങളിൽ സംബന്ധിക്കൽ നിർബന്ധമായിരുന്നു വിശ്വാസികൾക്ക്. നിങ്ങൾക്ക് അല്ലാഹു ഗനീമത്ത് തരും, യുദ്ധങ്ങളിലേക്ക് വരണം തങ്ങൾ പറയുമെന്ന്. വസൂമൂ തസ്ഹു, നിങ്ങൾ നോമ്പെടുക്കണേ, നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തരും. ഈ നോമ്പില്ലാത്ത ദിവസത്തെ ഭക്ഷണമാണ് ഒരു ദിവസം ഒരു ഈത്തപ്പഴായിരുന്നു ഭക്ഷണം എന്ന്. യാ അല്ലാഹ്, ചിന്തിക്കാൻ പറ്റുമത്? ഒരു ദിവസത്തെ മെയിൻ ഭക്ഷണം. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടതിന്റെ മീതെ ഡിസർട്ട് കഴിക്കും, മധുരം. അപ്പൊ ഒരു കാരക്കൊക്കെ തിന്നാൽ ഒരു കാരക്കയാണ് മെയിൻ ഭക്ഷണം. എന്നിട്ട് തങ്ങൾ പറയാം നോമ്പ് നോൽക്കണം എന്നാണ്, അതും കഴിക്കാണ്ടിരിക്കുകയാണ്. സൂമൂ തസ്ഹു, ഭക്ഷണം മിതമായി കഴിച്ച ഒരു കാലത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഭക്ഷണം കൂടിയപ്പോൾ അനാരോഗ്യം. ഇന്നത്തെ ആകെ വിഷയം അതല്ലേ, ആരോഗ്യമില്ല. ഒറ്റൊന്നിന് എണീറ്റിക്ക് നടക്കാൻ. ചെറുപ്പക്കാർക്ക് മുഴുവൻ കാലുവേദന, ഊരവേദന, ഇരിക്കാൻ വയ്യ. സ്റ്റൂളിലെ പള്ളി മുഴുവൻ. അപ്പോൾ ചർച്ചിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന പോലെ ബെഞ്ചിട്ട് നിർത്തേണ്ടി ഇരുന്നു. കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇരിക്കുക തന്നെയാണ് ആൾക്കാർ, സ്റ്റൂളും മേലും ചെയറിലും. സുബ്ഹാനല്ലാഹ്, ഡെസ്കും ബെഞ്ചൊക്കെ ആക്കേണ്ടി വരും. അല്ലാഹു അലം. ചെറുപ്പക്കാർ വരെ, പ്രായമുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, വളരെ ചെറുപ്രായത്തിൽ വരെ ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഭക്ഷണം കൊണ്ട് എന്തെങ്ങൾ. സൂമൂ തസ്ഹു, നിങ്ങൾ നോമ്പെടുക്കണേ, അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യം തരും. വസാഫിറൂ തസ്ഹു, നിങ്ങൾ യാത്ര ചെയ്തോളൂ, അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരും. നാടിന്ന് യാത്ര ചെയ്തിട്ടാണ് പ്രവാസികൾ ഗൾഫിലൊക്കെ ജീവിക്കുന്നത്. ഇവിടുന്ന് എറണാകുളത്തും മാംഗ്ലൂരും ബോംബെയിലും മദ്രാസിലുമൊക്കെ ബിസിനസ്സിന് ആവശ്യാർത്ഥം യാത്ര ചെയ്യുന്നവര് അല്ലേ, മീറ്റിങ്ങുകൾക്ക് യാത്ര ചെയ്യുന്നു. നിങ്ങൾ യാത്ര ചെയ്യുക, അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരും. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്, സൂമു തസ്ഹു, നിങ്ങൾ നോമ്പെടുക്കണേ, നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം തരും. ആണിനും പെണ്ണിനും, ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒക്കെ അത് കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി പറയുന്ന വിഷയം ഗൗരവമുള്ള വിഷയമാണ്. ഇത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നറിയില്ല, പക്ഷെ പറയല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു അനുഭവമാണ്. ഹദീസ് ഇമാം അൽ മുൻദിരി അവരുടെ തർഗീബ് വ തർഹീബിൽ കൊണ്ടുവന്ന കുറേ ഗോതമ്പ് പിന്നെ എനിക്ക് കാണിച്ചു തന്നു. ഈത്തപ്പഴത്തിന്റെ ജുസ്വ എന്ന് പറഞ്ഞ ഈത്തപ്പഴം സൂക്ഷിച്ച ഒരു വലിയ പാത്രത്തിൽ നിറയെ ഈത്തപ്പഴം. പിന്നെ കാണിച്ചു തന്നു ജർറതൻ ഫീഹാ ദുഹ്നുൻ വ വദക്, കുറേ വെണ്ണയും നെയ്യുമുള്ള ഒരു പാത്രം. ഞാൻ പറഞ്ഞു മാഷാ അല്ലാഹ്, ഭക്ഷണമൊക്കെ ഉണ്ടല്ലേ? ഞാൻ റാഹത്തിലാ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാളെ കൊണ്ടുവന്നത്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ സഹോദരന്റെ വീട്ടിൽ ആ രണ്ടാളുകൾ ഹബീബിന്റെ ഗസ്റ്റുകള് കുറെ ദിവസം താമസിച്ചു. ജാബിർ തങ്ങൾ അവർക്ക് പ്രിയം ചെയ്തു. അങ്ങനെ നോക്കുമ്പോ രണ്ടുപേരും തടിച്ചു കൊഴുത്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തടിക്ക് ഉഷാറായി, നെയ്യുകല കഴിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് കണ്ടു. ഹബീബായ നബി തങ്ങൾക്ക് തടി കാണുന്നത് തങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അവരെ കണ്ടപ്പോ, മാദാ തുത്ഇമുഹുമാ ഇന്നി അറാ സ്വാഹിബൈക ഹസനയിൽ ഹാൽ, നിങ്ങളുടെ അതിഥികള് നല്ല ഉഷാറായിട്ടുണ്ടല്ലോ, അവരൊക്കെ തടി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്താണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് എന്റെ അളിയനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചുവെന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണിത്. ഖം തുത്ഇഹുമാ ഫിൽ യൗമി വജ്ബാ, എത്ര നേരമാണ് നിങ്ങൾ അവർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉത്ഇമുഹുമാ കുല്ല യൗമിൻ വജ്ബതൈൻ, എല്ലാ ദിവസവും 2 നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട്. 2 നേരത്തെ ഭക്ഷണം. ഇന്നൊക്കെ 2 നേരം ഭക്ഷണമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അറബി കോളേജൊക്കെ പറഞ്ഞേക്കോ, പള്ളിദർസൊക്കെ പറഞ്ഞേക്കോ? 2 നേരമുള്ളൂ എന്ന് പറഞ്ഞാൽ പടച്ചോനെ എൻ്റെ കുട്ടിനെ പട്ടിണിയായി മരിച്ചു പോകുമല്ലോ എന്ന് അമ്മമാര് പറയാ. അത്രേ വേണ്ടു. സുബ്ഹാനല്ലാഹ്. ബാക്കിയൊക്കെ കഴിക്കുന്നത് നമ്മൾ അസുഖം വിളിച്ചു വരുത്തുകയാണ്, അസുഖങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. നബിയേ ഇന്നി ഉത്ഇമുഹുമാ ഫീ കുല്ല യൗമിൻ വജ്ബതൈൻ, ഞാൻ 2 നേരം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഫഹല്ലാ വജ്ബ, ഒരു നേരത്തെ ഇത് പോരായിരുന്നോ എന്ന് ചോദിച്ചു എന്നാ റസൂലുള്ളാഹി തങ്ങൾ. ഇവരൊക്കെ തടിച്ചു കൊഴുത്തിട്ടുണ്ടല്ലോ, വേണ്ട, ഒരു നേരം പോരെ? കൊളസ്ട്രോൾ വരാണ്ട്, ആരോഗ്യം നശിക്കാണ്ട്, ശരീരത്തിന് അസുഖങ്ങൾ വിളിച്ചു വരുത്താതെ ഒരു നേരത്തെ ഭക്ഷണം പോരായിരുന്നോ എന്ന് എന്റെ അളിയനോട് നബി തങ്ങൾ ചോദിച്ചുവെന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് ഒരുപാട് നിഅമത്ത് ലഭിക്കുമ്പോൾ നമ്മൾ അറിയണം നമ്മുടെ ഹബീബിന്റെ ചര്യകൾ എങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂമൂ തസ്ഹു, ചെറിയ മക്കളെ കുറിച്ചല്ല പറഞ്ഞു, മുതിർന്നവർ, പക്വതയെത്തിയവർ, കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന. റമളാൻ പിന്നെ ഏതായാലും നമ്മൾ നോമ്പെടുക്കുന്നു.
സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. സൂമൂ തസ്ഹൂ, 2 നേരം ഭക്ഷണം കഴിച്ചപ്പോ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലേ അലാ ലകി ശുഗ്ലുൻ ഇല്ലാ ഫീ ബത്നികി, ആയിഷ ബീവി നിങ്ങളുടെ വയറിനെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് ചിന്തയില്ലല്ലേ? അക്ലതാനി ഫിന്നഹാരി ഇസ്റാഫ്, ഒരു പകലിൽ 2 നേരം ഭക്ഷണം കഴിക്കുന്നത് ധൂർത്താണല്ലോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു മുസ്രിഫീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീത് കാണണം. അല്ലാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ശിറാറു ഉമ്മത്തി അല്ലദീന ഗുദൂ ബിന്നഈം വനബതത അലൈഹിം അജ്സാമുഹും, സുഖലോലുപന്മാരായിട്ട് മുന്തിയ ഭക്ഷണം മാത്രം തിന്നു ജീവിക്കുന്നവരെ ശിറാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ ഏറ്റവും ഷർറായവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുദൂ ബിന്നഈം, അവർ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുകയാണ്. വനബതത അലൈഹിം അജ്സാമുഹും, അവരുടെ ശരീരം വല്ലാണ്ടങ്ങ് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്, വല്ലാണ്ടങ്ങ് തടി വെച്ചിട്ടുണ്ട്. അങ്ങനെ സുഖലോലുപന്മാരായി ജീവിക്കുന്നവർ എന്റെ ഉമ്മത്തിൽ മോശപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, ഈ ഉമ്മത്തിൽ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ധൂർത്ത് വരുന്നുവെന്ന് കാലേ കൂട്ടി താക്കീത് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനെ കുറിച്ച് ദീർഘദർശനം ചെയ്യുന്ന റസൂലാണിത്. സയകൂനു റിജാലും മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട്. യഅകുലൂന അൽവാനത് തുആം, അവിടെ പുരുഷന്മാരെ പറഞ്ഞത്, പെണ്ണുങ്ങള് വീട്ടിലെ അവർക്ക് കിട്ടുന്നതേ ഉള്ളൂ. മറ്റൊരു നാട് മൊത്തം നടന്ന് നിന്നാണ് കല്യാണവും സൽക്കാരവുമായിട്ട് കഴിക്കന്നെ. റിജാൽ, കുറേ ആണുങ്ങള്, അവരുടെ പണി എന്താണെന്നറിയോ? വിവിധങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. വയശ്റബൂന അൽവാന ശറാബ്, വിവിധങ്ങളായ പാനീയങ്ങൾ കുടിക്കുന്നവരാണ്. വയൽബസൂന അൽവാന സിയാബ്, പലതരത്തിലുള്ള വസ്ത്രങ്ങള്, പല രീതിയിലുള്ള വസ്ത്രങ്ങൾ, പല ബ്രാൻഡുകൾ ഇങ്ങനെ മാറ്റി വാങ്ങിക്കന്നെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും. വയതശദ്ദഖൂന ഫിൽ കലാം ഉലൈക ശിറാറു ഉമ്മതി, യതശദ്ദഖൂന ഫിൽ കലാം എന്ന് പറഞ്ഞാൽ പല്ലിളിച്ച് സ്ഫുടമായി ഉണ്ടാക്കി സംസാരിക്കുന്നവർക്കാണ് തശദ്ദഖ എന്ന് പറയാ. പല്ലൊക്കെ ഇളിച്ച് കാണിച്ചിട്ട് ഭയങ്കര അക്ഷരസ്ഫുടതയാണെന്ന് വരുത്തി ഗാംഭീര്യത്തോടെ സംസാരിക്കുന്നവര്. യതശദ്ദഖൂൻ, അവരൊക്കെ ഭയങ്കര ആൾക്കാരാണെന്ന് തോന്നലിൽ സംസാരിക്കുന്നവര്. വായൊക്കെ ഇങ്ങനെ വലുതാക്കി പല്ലിളിച്ച് കാണിച്ച് സംസാരിക്കുന്ന തശദ്ദഖ, ശിദ്ഖ് കാണിക്കാന്നതിനർത്ഥം. അങ്ങനെ വരുന്ന ആളുകളെ ഭക്ഷണവും വസ്ത്രവും അവരുടെ വെള്ളവും പാനീയങ്ങളും എല്ലാം വിചിത്രം, വൈവിധ്യമാർന്നത്. ഉലൈക ശിറാറു ഉമ്മതി, അവരെന്റെ ഉമ്മത്തികളിലെ ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ത്വബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ബസ്സാർ എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താക്കീത് ചെയ്യുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, മുആദേ ഇയ്യാക വത്തനഉം, സുഖലോലുപനായി ജീവിച്ചേക്കരുതേ. ഫഇന്ന ഇബാദല്ലാഹി ലൈസൂ ബിൽ മുനഅമീൻ, അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകള് സുഖലോലുപന്മാരല്ല മുആദേ. യാ അല്ലാഹ്, ഇത്രയും വലിയ സന്ദേശമാണ് നൽകുന്നത്. മുആദേ ഇയ്യാക വത്തനഉം. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. മഹാനായ ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബിയാണ്. ഉത്ബത്ത് ഇബ്നു ഫർഖദ് എന്നവരെ വല്ലാത്ത സ്വഹാബി, ഹബീബിന്റെ ഒരു മുഅ്ജിസത്ത് കിട്ടിയ സ്വഹാബിയാണ്. വഴിയെ പറയാം, മഹാനായ ഉത്ബ എന്നവർക്ക് ഉമർ എന്നവരെ കത്തെഴുതിയിട്ട് പറയുന്നു, ഉത്ബ അവരെ ഇറാഖിന്റെ ഭരണാധികാരിയാണ്, ഇറാഖിലെ ഗവർണറാണ്. മഹാനായ ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ഉമർ എന്നവരെ കത്തെഴുതി കൊടുത്തു, ഉത്ബ
യാ ഉത്ബ അത്ഉഇമേദല്ല, നിങ്ങളുടെ ഉമ്മയുടേതല്ല, നിങ്ങളുടെ പിതാവിൻ്റെതുമല്ല, അത് അല്ലാഹുവിന്റെ ദീനിന്റെ. തങ്ങളെ പട്ടിണിക്കിടേണ്ടതില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കണം. പക്ഷേ ശ്രദ്ധിക്കണം ഉത്ബ, വഇയ്യാകും വത്തനഉം വസയ്യ അഹ്ലിൽ അജം, നിങ്ങളാരും സുഖലോലുപന്മാരാവരുത്, ഭക്ഷണം കൊണ്ട് ധൂർത്ത് ചെയ്യരുത്, അമിതമായി വിളമ്പരുത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ എന്തിനാ കല്യാണങ്ങളെ പൊടിപൊടിക്കുന്നത്? ആളുകളെ ഞെട്ടിക്കാൻ. പറഞ്ഞ ആരും ഇപ്പം ഞെട്ടൂല, പണ്ടൊക്കെ ഞെട്ടിയിരുന്നു, വെറുതെ ഞെട്ടിക്കുക. അങ്ങനെ ആരും ഞെട്ടൂല. ഒരു ഭക്ഷണം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ടാവില്ലേ? ആവശ്യത്തിന് അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. ഓവറായിട്ട് തിന്നാൻ കഴിയാത്ത വിധം, വേസ്റ്റ് ആകുന്ന വിധം ജനങ്ങളുടെ മുമ്പിൽ ജാട കാണിക്കാൻ വേണ്ടി നമ്മളെ ഉണ്ടാക്കി കൂട്ടുന്ന നമ്മുടെ വിവാഹ സദ്യകൾ വരുന്ന ധൂർത്തി എത്ര വലിയ തെറ്റാണ്. ആ ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുകയാൻ. പരിസരത്ത് പോലെ യതീംഖാന അറബി കോളേജൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയേക്കും. അതൊക്കെ എപ്പോന്നറിയോ? ഇത് ബാക്കിയാവുന്ന കണ്ടാൽ ആ യതീമക്കൾക്കും കൂടെ ഒരു ചെമ്പ് വെച്ചു കൊടുക്കല്ല. നാട്ടിൽ വിവാഹം നടക്കാൻ, പൊടിപൊടിച്ച വിവാഹമാണ്. കിടക്കട്ടെ, നമ്മുടെ അറബി കോളേജില്ലേ, നമ്മുടെ ശംസുൽ ഉലമാ കോളേജ്, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും യതീംഖാനുണ്ട് ഇവിടെ, അതുണ്ട്, ഇതുണ്ട്, ഇവിടേക്ക് ഇത് അവിടുത്തെ കുട്ടികൾക്കും കിടക്കട്ടെ. ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ വകയാണ്, അത് വേറെ. അതല്ല, ഭക്ഷണം ബാക്കിയായാൽ പിന്നെ ആലോചിക്കത് കൊടുത്തയക്കാം. ധൂർത്ത് ചെയ്യാം, അനാവശ്യമായിട്ട് ധൂർത്ത് ചെയ്യാം, എന്നിട്ട് സമ്പത്ത് നശിപ്പിക്കുക, ഭക്ഷണം ഒരു വറ്റ് അള്ളാഹു തന്ന നിഅമത്തല്ലേ. നമ്മുടെ തീന്മേശയിലേക്ക് ഒരു വറ്റെത്തണമെങ്കിൽ എത്രായിരം കൈകളുടെ പ്രവർത്തനങ്ങൾ അതിന്റെ പിന്നിൽ വേണം. നമ്മൾ വലിച്ചെറിയ, ചവിട്ടുകയോ അത് വയ്ക്കുകയോ ചെയ്യുന്ന എത്ര വലിയ തെറ്റാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ കത്തെഴുതിയിട്ട് പറയാം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, പക്ഷേ വയ്യാക്കും വത്തനഉമ, നിങ്ങൾ ധൂർത്ത് ചെയ്തുകൊണ്ട് ജീവിക്കരുതേ, സുഖലോലുപന്മാരാവരുതേ. വസിയ്യം, ഇസ്ലാമേതര സമൂഹങ്ങളുടെ അവരുടെ കുഫറിന്റെയോ അവിശ്വാസത്തിന്റെയോ അടയാളമായി വരുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുകയും ചെയ്യരുതെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് കത്തെഴുതി കൊടുത്തു. ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹുവിനെ, ഈ ഉത്ബത്ത് ഇബ്നു ഫർഖദ് എന്നവരുടെ അത്ഭുതം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുകയാണ്. നല്ല തണുപ്പുണ്ടോന്നല്ലേ? നല്ല തണുപ്പടിക്കുണ്ടോ? എനിക്ക് ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് കാര്യം എനിക്ക് തണുപ്പൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് നല്ല കോറി പിടിച്ചിരിക്കണ കാണണ്ട. നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. 2 മണിക്കൂർ കഴിഞ്ഞു, അവസാനിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. 5 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ് ആയിരുന്നവരെ ഇൻഷാ അല്ലാഹ്. അപ്പോ ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു, നബിയേ, എൻ്റെ ദേഹത്ത് ചൊറിച്ചിലാണ് നബിയേ. അദ്ദേഹത്തിന് നെഞ്ചിലൊരു ചൊറിച്ചിലിന്റെ അസുഖം ഉണ്ടായിരുന്നു, ഭയങ്കര ചൊറിച്ചിലായിരുന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഭയങ്കര ചൊറിച്ചിലാണ്, മാറുന്നില്ല നബിയെ. തങ്ങൾ പറഞ്ഞു, ഇക്ഷിഫ് അൻ ഖമീസിക്, നിങ്ങൾ ആ ഷർട്ട് ഒന്ന് ബട്ടൺ അഴിച്ചെന്ന് പറഞ്ഞു. ഫകശഫ അൻ ഖമീസി, വസ്ത്രങ്ങൾ തുറന്നു കൊടുത്തു നെഞ്ചിലേക്ക്. فقرأ النبي صلى الله عليه وسلم ما تيسر, അല്ലാഹുവിന്റെ റസൂൽ ഏതോ കുറച്ച് നബിതങ്ങൾ ആയത്തുകൾ ഓതുകയുണ്ടായി. ثم تفل على بدنه, ആ പരിശുദ്ധമായ ഹബീബിന്റെ ഉമിനീര് കൊണ്ട് ആ സ്വഹാബിയുടെ ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു നെഞ്ചിലേക്ക് നബിതങ്ങൾ തുപ്പുകയുണ്ടായി. ഹബീബിന്റെ തുപ്പല് നമ്മുടെ തുപ്പല് പോലെയല്ലേ, അതങ്ങനെ കാണരുത്. ഹബീബിന്റെ ഇത് പുണ്യമാണ്, അത് ബറക്കത്താണ്. എന്താ സംഭവിച്ചതെന്നറിയോ? പിന്നീട് മരണം വരെ അദ്ദേഹത്തിന് സുഗന്ധമായിരുന്നു, ഭയങ്കര സുഗന്ധമാണ്. 4 ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ ഒരു മഹദിയാണ് ഉമ്മു ആസിം. മഹദി പറയാ, ഞങ്ങള് പുതിയാപ്പിള വരുന്ന അന്ന് നല്ല അത്തറൊക്കെ പൂശിയിട്ട് നിൽക്കും, പക്ഷേ ഞങ്ങളെക്കാളും സുഗന്ധം തങ്ങൾക്കുണ്ടായിരുന്നു, എന്തെന്നില്ലാത്ത സുഖം. ആ ചൊറിച്ചിലങ്ങ് മാറുകയും ചെയ്തു. പക്ഷെ ആ ഉമിനീര് തട്ടിയയുടെ കാലം മുതൽ മരണം വരെ മഹാന്മാർ പറയാ, മരിച്ചു കഴിഞ്ഞ് ഖബറിലും അദ്ദേഹത്തിന്റെ സുഗന്ധം തന്നെയാവണം. കാരണം ഹബീബിന്റെ ബറക്കത്താണത്. ആ ഒരു ഉമിനീർ നെഞ്ചിലേക്ക് തട്ടിയതാ, ഭയങ്കര സുഗന്ധം. ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹു, ഞങ്ങളൊക്കെ എന്തത്ര വരട്ടിയാലും ഉത്ബത്ത് തങ്ങളുടെ ദേഹത്ത് വരുന്ന സുഗന്ധത്തിന്റെ അടുത്തെത്തൂല. അങ്ങനത്തെ സുഗന്ധം, അങ്ങനത്തെ ഒരു മുഅ്ജിസത്ത് അനുഭവിച്ച സ്വഹാബിയാണ്. ആ സ്വഹാബി ഉമർ എന്നവരുടെ ഗവർണറാണ്. ആ ഗവർണർക്ക് ഉമർ എന്നവരെ അറിയിച്ചു കൊടുക്കുക, ഭക്ഷണം കൊടുക്കണം നിങ്ങളുടെ സൈന്യത്തിന്, നിങ്ങളുടെ കൂടെയുള്ള ജോലിക്കാർക്ക്. പക്ഷേ
തൂർത്ത് ചെയ്യല്ല ഭക്ഷണം കൊടുക്കണ്ട, സുഖലോലുപന്മാരായവരാരും ആയിപ്പോവരുത്, ഫർഖദേ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കുഞ്ഞിന് അമിതമായ ഭക്ഷണം കഴിച്ചിട്ട്, ഈ സംഭവം ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതും ഇനി വരാൻ പോകുന്നതും കൂടെ, പക്ഷേ നമ്മുടെ വിഷയവുമായി ബന്ധിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, സമുറാ ഇന്ന ഇബ്നല്ലക കലൽ ലൈലതി ഹത്താ ബശിം. ബശിമ എന്ന് പറഞ്ഞാൽ വയറ് സ്തംഭനമായിട്ട് അസുഖമാവുക എന്നാണ്. നിങ്ങളുടെ ഒരു മകൻ പറയാണ് മഹാനായ സമുറത്ത് ഇബ്നു ജുൻദുബ് എന്ന സ്വഹാബിയോട്, സമുറാ നിങ്ങളുടെ മകൻ ഇന്നലെ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ദഹനക്കേടായിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. സമുറ നിങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ആ മറുപടിയാണ് അത്ഭുതം. മഹാനവൾ പറഞ്ഞു, വല്ലാഹ് അല്ലാഹനത്യം ലൗ മാത, എന്റെ മോനെങ്ങാനും മരിക്കുകയാണെങ്കിൽ ലം ഉസല്ലി അലൈഹി, എന്റെ മോന് ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല. വയറ് നിറച്ച് തിന്നിട്ട് അസുഖം വന്നതല്ലേ. ഒരാൾ ആത്മഹത്യ ചെയ്ത് സ്വയം ഒരാൾ കുറ്റം വരുത്തി വെക്കുന്ന പോലെ കുറ്റമാണ് വയറ് നിറച്ച് തിന്ന അസുഖം. എന്റെ മകനെങ്ങാനും ആ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ എന്റെ മകനെ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല എന്ന് സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു, മുതിർന്ന മോനാണ്, തിന്നിട്ട് അസുഖം വന്നു. ആ ചെയ്തത് തെറ്റാണ്. അങ്ങനെ തെറ്റ് ചെയ്ത് മരിക്കുന്ന ഒരാൾക്ക് ഞാൻ എന്തിനു നിസ്കരിക്കണമെന്ന് സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു. കള്ളു കുടിച്ച നിവാസമോ അതിനപ്പുറത്തേക്ക് ഗൗരവത്തിലാണ് ഭക്ഷണം കൊണ്ട് കളിക്കുന്നതിനെ കുറിച്ച് സ്വഹാബിയായ സമുറ റളിയല്ലാഹു അൻഹു കാണുന്നത്. ലൗ മാത്, വല്ലാഹി പറഞ്ഞ വല്ലാഹിയാണത്, അല്ലാഹനെ സത്യം ചെയ്ത് ഞാൻ പറയാൻ, ലൗ മാത അവനെങ്ങാനും മരിച്ചാൽ ലം ഉസല്ലി അലൈഹി, ഞാൻ നിസ്കരിക്കൂല. തിന്നിട്ട് മരിച്ചതല്ലേ, പൊയ്ക്കോട്ടെ. അപ്പോൾ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വലിയ ഗൗരവമുള്ള വിഷയമാണിത്. നമ്മൾ അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. അനാരോഗ്യം വിളിച്ചു വരുത്തുന്ന ദുശ്ശീലമാണ് നമ്മൾ വയറ് നിറച്ച് തിന്നുന്നത് എന്ന ശീർഷകത്തിലാണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. അവസാനമായി മഹാനായ ഇബ്നു ഉമർ തങ്ങളോട് ആളുകൾ വന്ന് ചോദിച്ചു, ഇബ്നു ഉമർ തങ്ങളോട്, അലാ നുഹ്ദിറു ലക ജവാരിഷ്, ജവാരിഷ് ഇബ്നു ഉമറെ നിങ്ങൾക്ക് ജവാരിഷ് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, എന്താ മക്കളെ ഈ ജവാരിഷ് എന്ന് പറഞ്ഞാൽ? അത് പിന്നെ വയറ് നിറച്ച് തിന്നാ പിന്നെ ആ ജവാരിഷ് മരുന്നങ്ങോട്ട് കുടിച്ചാൽ പെട്ടെന്ന് ദഹിച്ചു പോകും. നമുക്കുണ്ടല്ലോ വേഗം ആര്യവൈദ്യശാലയിൽ പോയിട്ട് ദഹിക്കാൻ വല്ല ലേഹ്യമുണ്ടോ, സുബ്ഹാനല്ലാഹ്, ദഹിക്കാൻ വല്ല ഏതെങ്കിലും അരിഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കുടിക്കണം. എന്തിന്? ഇപ്പൊ വയറ് നിറച്ച് നിന്നിട്ട് അവസാനം വരെ ഒരു സെവനപ്പ് കിട്ടിയാൽ തരക്കേടില്ല, എന്ത് വേണം ദഹിച്ചോളൂന്ന്. സുബ്ഹാനല്ലാഹ്, ഈ സെവനപ്പിലും പെപ്സിയിലും കൊക്കോകോളയിലും മിരിൻഡായിലും അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെയുണ്ട് പല സാധനമില്ല, ഇതിലൊന്നും ഒരു ഗുണവുമില്ല ദോഷമല്ലാതെ. വെറും പഞ്ചസാര, ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുക എന്നതിനപ്പുറം ഒരാരോഗ്യ ഗുണവുമില്ലാത്ത സാധനമാണ്. അതാണ് നമ്മൾ സദ്യകളിലൊക്കെ ഇങ്ങനെ പെപ്സിയും സെവനപ്പും കൊക്കക്കോളയും എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുന്നത്. വെറും പച്ചയായ ഷുഗറിന്റെ കൊട്ട, അതിൽ ഒരു ദഹനം നടക്കൂല, ഒരു ആരോഗ്യം അതുകൊണ്ട് കിട്ടൂല. നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അതിന്റെ മീതെ ഷുഗർ, ഭക്ഷണം നമ്മുടെ അരിഭക്ഷണം തന്നെ ഷുഗറാണ്, ഗ്ലൂക്കോസാണ്, അതിന്റെ മീതെ വീണ്ടും ഷുഗർ, എന്നിട്ട് അസുഖം വരുത്തുക. ഇബ്നു ഉമർ തങ്ങളോടാണ് ഈ ചോദിച്ചതെന്ന്. ഞങ്ങൾ ജവാരിഷ് തരണോന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. വയറ് നിറച്ച് തിന്നാലൊക്കെ വേഗം ദഹിച്ചു വയറൊക്കെ ഒന്ന് റാഹത്താകും, അതിലെല്ലാം വരുന്നതാണ് ജവാരിഷ്. അന്നേരം ഇബ്നു ഉമർ തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട് മുഅ്മിനെ. ഖാല വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ശബിഅതു മുൻദു അർബഅതി അശ്ഹുരിൻ, വേറെ റിവായത്തിലുണ്ട് മുൻദു അർബഅതി അശ്റതി സന, 14 വർഷമായിട്ട് ഞാൻ ഭക്ഷണം വയറ് നിറച്ച് തിന്നിട്ടില്ല മക്കളെ, 14 കൊല്ലമായി. വമാ ദാലിക ലിഅന്നി ലാ അജിദു തുആം, അത് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, ഭക്ഷണം വയറ് നിറച്ച് തിന്നാൻ കഴിയാത്തത് കൊണ്ടുമല്ല. ബൽ ഇൻദി ഖൈറാത്തുൻ കസീറ, എനിക്ക് ഒരുപാട് അല്ലാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഒരുപാട് കഴിക്കാൻ കഴിയും. ലാകിന്നനി അദ്റക്തു ഖൗമൻ യജൂഊന അക്സറ മിമ്മാ യശ്ബഊൻ,
നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഈ വയറ് നിറച്ച് തിന്നുന്നത് പോലെയല്ല, ഇതിനേക്കാളും കൂടുതൽ വിശന്ന് നടക്കുന്ന ആളുകളെയാണ് ഞാൻ കണ്ടത്. വിശക്കുന്നവരെ കണ്ടവനാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബിമാരെയും അവരെ കണ്ട് വളർന്ന ആളായതിന്റെ പേരിൽ നിങ്ങളെപ്പോലെ വയറ് നിറക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ എന്നോടാണോ നിങ്ങൾ ജവാരിഷ് വേണോ എന്ന് ചോദിക്കുന്നത്, ദഹിക്കാനുള്ള മരുന്ന് വേണോ എന്ന്? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, നിങ്ങൾ അവസാനമായി ഹബീബായ നബി തങ്ങളുടെ ഹദീസ് കൂടെ ഓർമ്മയിരിക്കട്ടെ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയിൽ നിന്ന് കേട്ടുപഠിച്ച ഹദീസാണിത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്നവര് 30 കൊല്ലം ബെഡിൽ കിടപ്പിൽ കിടന്ന ആളാണ്. 30 കൊല്ലം എഴുന്നേൽക്കാൻ കഴിയാതെ, എന്നിട്ട് പോലും അല്ലാഹുവിനോട് എന്റെ രോഗത്തിന് ശിഫ വേണം എന്ന് ചോദിക്കാതിരുന്ന സ്വഹാബി ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഇത്രയും നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനുശേഷം വരുന്നത് താബിഈങ്ങളുടെ കാലം, പിന്നെ അതിനുശേഷം വരുന്ന താബിഈങ്ങളുടെ കാലം. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു? സുമ്മ യഅതി ബഅദഹും ഖൗമുൻ, എന്റെ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും താബിഈകളുടെയും കാലം കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ വരും. യഷ്ഹദൂന വലാ യുസ്തഷ്ഹദൂൻ, അവര് സാക്ഷി പറയാൻ കയറി വരും കോടതിയിലേക്ക്. അവരോടാരും സാക്ഷി പറയാൻ പറയാതെ അവരിങ്ങോട്ട് വരും ദുഷ്ടലക്ഷ്യത്തോടുകൂടെ. സാക്ഷികളല്ലാത്തവരെ അവരുടെ സാക്ഷി വിസ്തരിക്കാൻ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ അവര് കയറി വന്ന് പറയും ഞങ്ങൾ സാക്ഷികളാണെന്ന്. എത്ര കേസുകൾ അങ്ങനെ കിടക്കുന്നു. വെറുതെ സാക്ഷി പറയാ, അവര് കണ്ടിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല ഞങ്ങൾ സാക്ഷികളാന്ന് പറയാം. അവര് വഞ്ചിക്കുന്നവരായിരിക്കും, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത വഞ്ചകന്മാർ വരും. അവര് നേർച്ച ചെയ്യും, ആ ചെയ്ത നേർച്ച അവര് പാലിക്കുകയില്ല. അവര് നേർച്ച ചെയ്യും, വലാ യൂഫൂൻ, അതവരെ ചെയ്തു വീട്ടുകയില്ല എന്നാണ് അതിനർത്ഥം. അവരിൽ തടിയന്മാർ ഉത്ഭവിക്കും, വലിയ വലിയ തടിയുള്ളവരെ അവരിൽ വരും. യതസമ്മനൂന, അവർ തടിയന്മാരായി വരുന്നവരാണ്. വയുഹിബ്ബൂന സമൻ, അവർ തടി വെക്കുന്നത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗം എൻ്റെ നല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ വരാൻ പോകുന്നുവെന്ന് ഈ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവം തടിയുണ്ടാകുന്ന സാധനങ്ങൾ കഴിക്കുകയും അമിതമായ ആഹാരം കഴിക്കുകയും അമിതമായ ഭക്ഷണശീലമുണ്ടാവുകയും ചെയ്ത് തടിവെക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലും അള്ളാഹുവിന്റെ റസൂൽ വെറുക്കുകയും ഈ ഉമ്മത്തിന്റെ ഷിറാറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ മോശപ്പെട്ടവരാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യത്തിന് മതി, വിശപ്പടങ്ങാൻ മതി, ഒരു മനുഷ്യന്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ കഴിയുന്ന വിധമുള്ള ഭക്ഷണം മതി. മഹാനായ സമറത്ത് ബിൻ ജുന്ദുബ് തങ്ങളുടെ മോന് മരണപ്പെടുകയാണെങ്കിൽ മരിച്ചിട്ടില്ല. എന്റെ മകൻ ഭക്ഷണം അധികം കഴിച്ചതിന്റെ പേരിൽ മരിക്കുകയാണെങ്കിൽ വല്ലാഹി ലാ ഉസല്ലി അലൈഹി ഇദാ മാത്, എന്റെ മോൻ മരിക്കുകയാണെങ്കിൽ ആ മോന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കില്ല എന്ന് സമറത്ത് ബിൻ ജുന്ദുബ് എന്നവര് പറയുന്നത്. സ്വന്തം ഒരു തിന്മ ആത്മഹത്യ പോലെ ഒരാൾ സ്വയം വരുത്തി വെക്കുന്ന അപകടം പോലെ ഗുരുതരമായ അപകടമാണ് ഈ വയറ് നിറച്ച് തിന്നുന്നത് എന്ന് പഠിപ്പിക്കാൻ തന്നെയാണെന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹബീബിന്റെ സുന്നത്തുകൾ ഒരുപാട് നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ പറഞ്ഞ സുന്നത്ത് നമ്മുടെ ഓരോ ദിവസവും ചര്യയാവേണ്ടതാണ്. നമ്മുടെ മക്കൾക്ക് ആദാബ് പഠിപ്പിച്ചു കൊടുക്കുക, ഭക്ഷണ മര്യാദകൾ ചൊല്ലി പഠിപ്പിക്കുക. അതോടുകൂടെ വലത് കൈകൊണ്ട് ഇരുന്ന് ബിസ്മി ചൊല്ലി ഉരുളകളായി ഇറക്ക് വെള്ളമായി കുടിച്ച് സുന്നത്തുകളായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും നിയ്യത്ത് അല്ലാഹുവിന്റെ ഇബാദത്തിന് ആരോഗ്യമുണ്ടാവാൻ. അങ്ങനെയാണെങ്കിൽ ഇന്നാ നഹ്തസിബു ഖൗമതനാ ഇന്നാ നഹ്തസിബു നൗമതനാ കമാ നഹ്തസിബു ഖൗമതനാ, നമ്മുടെ ഉറക്കും ഉണർവും അല്ലാഹുവിന്റെ ഇബാദത്തായി മാറും. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വിശ്രമവും ഇബാദത്തിന്റെ ഭാഗമാകും. അല്ലാഹു
ആരോഗ്യമുള്ള ശീലം അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാ അനാരോഗ്യങ്ങളും അസുഖങ്ങളും അല്ലാഹു നമുക്ക് ശിഫയാക്കി തരട്ടെ. ഹബീബിന്റെ ചര്യകൾ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.